ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന മൂവി 2011 ഒരു ജാപ്പനീസ് ക്രൈം ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ അക്കായി യൂബി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വേറെ ഒന്നുമില്ല, റെഡ് ഫിംഗർ എന്നാണ് ഈ ഒരു പേരിന്റെ അർത്ഥം. അപ്പൊ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ കുറച്ച് കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് പോവാം. നമ്മൾ ഇതിന് മുന്നേ ഇതുപോലൊരു ജാപ്പനീസ് ക്രൈം ത്രില്ലർ മൂവി ചെയ്തിരുന്നു. 2018 പുറത്തിറങ്ങിയ ദി ക്രൈം ദാറ്റ് ബൈൻഡ് എന്ന് പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാലേ അതുപോലെയുള്ള 4 പാർട്ട് അടങ്ങിയ ഒരു സീരീസ് ആണിത്. അതിൽ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന റെഡ് ഫിംഗർ എന്ന് പറഞ്ഞ ഈ ഒരു മൂവി. ദ ക്രൈം ദാറ്റ് ബൈൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂവി ആണെങ്കിൽ ഇതിന്റെ ഏറ്റവും അവസാനത്തെ 4ാമത്തെ പാർട്ടായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് സത്യം പറഞ്ഞാൽ ഇതിന് ഒരു 4 പാർട്ടും കൂടി ഉണ്ടെന്ന്. അതിൽ ആദ്യത്തെ പാർട്ട് ഷിൻസൺ മോഡോ എന്ന് പറഞ്ഞിട്ട് ഒരു TV സീരീസ് ആണ്, ഒരുപാട് എപ്പിസോഡുകളുള്ള. പകരം ബാക്കിയുള്ള 3 പാർട്ടുകളിൽ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും അവസാനത്തെ 4ാമത്തെ പാർട്ട് ചെയ്തിട്ട് ഈ 1ാമത്തെ പാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്തെങ്കിലും മനസ്സിലാവുമെന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത്? എന്തായാലും മനസ്സിലാവും. കാരണം അതിലെ ഹീറോയും കഥാപാത്രങ്ങളെല്ലാം സെയിം തന്നെ ആയിരിക്കും, പക്ഷേ സ്റ്റോറി വ്യത്യസ്തമായിരിക്കും. കാരണം ഇതൊരു ഡിറ്റക്റ്റീവ് മൂവിയാണ്. അതുകൊണ്ട് ഓരോ മൂവിയിലും ഓരോ കേസുകളായിരിക്കും. ആ ഒരു കേസിനെ ബേസ് ചെയ്ത് മാത്രമേ ഈ ഒരു കഥ പോകുന്നുള്ളൂ. അതുകൊണ്ട് വലിയ രീതിയിൽ എന്തായാലും കൺഫ്യൂഷൻ അടിക്കത്തില്ല. അതുമല്ല, ഡിറ്റക്റ്റീവ് മൂവി എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ദി ക്രൈം ദാറ്റ് ബൈൻഡ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂവി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു മൂവി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം ഈ ഒരു ഫസ്റ്റ് പാർട്ടിലെ ഇൻവെസ്റ്റിഗേഷൻ കണ്ടതിന് ശേഷം ബാക്കിയുള്ള 2 പാർട്ടും കൂടി കാണാമെന്ന് നിങ്ങൾ എന്തായാലും തീരുമാനമെടുക്കും. ആ ഒരു രീതിയിലാണ് ഈ ഒരു മൂവി നമ്മളെ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പൊ ഇനിയും ഞാൻ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോകാം. അപ്പോ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിലെ ഒരു റിപ്പോർട്ടർ ആയിട്ടുള്ള ലേഡി കയ്യിലെ പൂക്കളുമായിട്ട് ഒരു സെമിത്തേരിയിലേക്ക് ഇങ്ങനെ വരികയാണ്. അവിടെയുള്ള ഒരു കല്ലറയുടെ അടുത്താണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ നിൽക്കുന്നത്. ഹീറോയുടെ പേര് കോച്ചിറോ കാഗ. കഴിഞ്ഞ മൂവിയിൽ പറഞ്ഞതുപോലെ തന്നെ എന്തായാലും നമുക്ക് ഹീറോ എന്ന് തന്നെ പറയാം. അപ്പോ ഹീറോയുടെ അടുത്ത് ഈ വന്ന ഒരു റിപ്പോർട്ടർ പെണ്ണിന് ഇവർക്ക് രണ്ടുപേർക്കും എന്തായാലും നേരത്തെ തന്നെ അറിയാം. അപ്പൊ അവള് വന്നിട്ട് ഈ ഒരു കാര്യം നടന്നിട്ട് ഇപ്പോ ഏകദേശം 2 വർഷമായല്ലേ എന്നിങ്ങനെ പറയുന്നതും, 2 വർഷത്തിന് മുന്നേ എന്നോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ നമുക്കറിയാം. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്തിട്ട് 2 വർഷത്തിന് മുന്നേ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് കാണിക്കുകയാണ്. ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ള ഹീറോയുടെ അച്ഛനെ കാണിക്കുകയാണ്. നമ്മുടെ 4ാമത്തെ പാർട്ടിൽ ഹീറോയുടെ അച്ഛൻ മരിച്ചു പോയതായിട്ട് പറഞ്ഞിരുന്നു. അത് അവസാന പാർട്ട് ആയതുകൊണ്ടാണ്. ഇത് ഫസ്റ്റ് പാർട്ട് ആയതുകൊണ്ട് പുള്ളിക്കാരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അതേസമയം തന്നെ ഹീറോയുടെ അച്ഛൻ്റെ അടുത്തായിട്ട് ഹീറോയ്ക്ക് പകരം മൂവിയിലെ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള സൂഹി ഇരിപ്പുണ്ട്. ഇപ്പോ സെക്കൻഡ് ഹീറോ ആയിട്ടുള്ള സൂഹി ഇവിടെ ഇരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഹീറോയുടെ അച്ഛന്റെ സഹോദരിയുടെ മകനാണ് സൂഹി. അതുകൊണ്ട് ഹീറോയും സൂഹിയും ബന്ധുക്കളും കൂടിയാണ്. അതുമല്ല, കുട്ടിക്കാലം മുതലേ സൂഹി അച്ഛനില്ലാതെയാണ് വളർന്നത്. അതുകൊണ്ട് സൂഹിയെ എടുത്ത് വളർത്തിയതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്തത് നമ്മുടെ ഹീറോയുടെ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സൂഹിക്ക് ഹീറോയുടെ അച്ഛനോട് ഒരു പ്രത്യേക സ്നേഹമുണ്ട്. ഇപ്പോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന ഹീറോയുടെ അച്ഛനെ നോക്കുന്നത് അവിടെയുള്ള ഒരു നേഴ്സാണ്. നല്ല രീതിയിൽ തന്നെ അവർ നോക്കുന്നുണ്ട്. ഈ ഒരു നേഴ്സാണ് 4ാമത്തെ പാർട്ടിൽ ഇത് നമ്മുടെ ഹീറോയുടെ ഫ്രണ്ട് ആണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അതുമല്ല, നമ്മുടെ ഹീറോയോടൊപ്പം ചേർന്നിട്ട് ആ ഒരു പെണ്ണിന്റെ മുടി എടുക്കാനായിട്ട് ഒരു വീടിനകത്തേക്ക് കയറിപ്പോയല്ലോ, അത് ഇവളാണ്. അതുമല്ല, ഹീറോയുടെ അച്ഛനും ഈ ഒരു നേഴ്സും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു ചെസ് പോലെ ഒരു ഗെയിം കളിക്കും. അത് കളിക്കുമ്പോഴത്തേക്കാണ് അയാൾക്ക് ഇത്തിരിയെങ്കിലും സമാധാനം കിട്ടുന്നത്. അതുമല്ല, എത്രയൊക്കെ ഇവര് ഹീറോയുടെ അച്ഛന്റെ ചുറ്റിനെ നിന്നിട്ട് അയാളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും സ്വന്തം മകനായിട്ടുള്ള ഹീറോ ഒരിക്കലും തന്റെ അച്ഛനെ കാണാനായിട്ട് അവിടേക്ക് ചെന്നിട്ടില്ല. ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാവരെയും പരിചയപ്പെടുത്തി അടുത്തതായിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഒരു കമ്പനിയിലെ സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്യുന്ന ഡേവിഡ് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ഇങ്ങനെ കാണിക്കുകയാണ്. ജാപ്പനീസ് പേരായതുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്, അതുകൊണ്ട് നമുക്ക് ഡേവിഡ് എന്ന് വിളിക്കാം. അങ്ങനെ അവൻ ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് പെട്ടെന്ന് അവന്റെ ഭാര്യ അവനെ വിളിച്ചിട്ട്, ഡേവിഡ് നിങ്ങൾ എവിടെയാണ്? എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വാ, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അതുമല്ല, നിങ്ങളുടെ സഹോദരി എല്ലാ ദിവസവും നിങ്ങളുടെ അമ്മയെ കാണാനായിട്ട് വരത്തില്ലേ? ഇന്ന് അവളോട് വിളിച്ച് പറയ് വീട്ടിലേക്ക് വരണ്ടാന്ന് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഡേവിഡിന്റെ ഭാര്യ സാറ പെട്ടെന്ന് ഫോൺ കട്ട് ചെയ്യുന്നതും. അപ്പോ ഡേവിഡിനൊന്നും മനസ്സിലാവുന്നില്ല തന്റെ ഭാര്യ പെട്ടെന്ന് വിളിച്ചിട്ട് ഇങ്ങനെല്ലാം പറയാനായിട്ട്. എന്തായാലും അവൻ പെട്ടെന്ന് അവന്റെ സഹോദരിയെ വിളിച്ചിട്ട്, അല്ല നീ എല്ലാ ദിവസവും അമ്മയെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നതല്ലേ? ഇന്നത്തെ ദിവസം എന്തായാലും വരണ്ട, കാരണം അമ്മ നേരത്തെ തന്നെ കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് ഇന്ന് എന്തായാലും നീ വരണ്ട. ഇത് കഴിഞ്ഞിട്ട് നാളെ മറ്റന്നാളെ നീ വാ എന്ന് പറഞ്ഞിട്ട് അവളെ വീട്ടിലിരുത്തി ഡേവിഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരു ട്രെയിനിൽ കയറിയിട്ട് തന്റെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുമല്ല, ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് ഡേവിഡ് അവനെ പറ്റിയുള്ള പാസ്റ്റ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. 3 വർഷങ്ങൾക്ക് മുന്നേ അവന്റെ ഭാര്യ സാറ, അതേപോലെ തന്നെ അവരൊരു മകനുണ്ട്. ആ ഒരു പയ്യനാണെങ്കിൽ ഏകദേശം ഒരു 10-12 വയസ്സുണ്ടാവും. ഇവര് 3 പേരും ഇപ്പോ ഡേവിഡിന്റെ അമ്മയുടെ വീട്ടിലേക്ക് വന്നിട്ടാണ് താമസിക്കുന്നത്. ഇപ്പോ ഡേവിഡിന്റെ അമ്മയുടെ വീട്ടിലേക്ക് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഡേവിഡിന്റെ അമ്മയ്ക്ക് നടക്കാനൊന്നും വലിയ ഇതിൽ കഴിയത്തില്ല. ഒരു വടിയും കുത്തിയിട്ടാണ് നടക്കുന്നത്. അതുമല്ല, നമ്മുടെ ഡേവിഡിന്റെ ജീവിതമാണെങ്കിൽ അത്ര സന്തോഷമായിട്ടുള്ള ജീവിതമൊന്നുമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവന്റെ മകനെ മാനസികമായിട്ടും കുറെ പ്രശ്നങ്ങളുണ്ട്. പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഒരു സൈക്കോയെ പോലെയാണ്. പെട്ടെന്ന് ദേഷ്യപ്പെടും, ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം നശിപ്പിക്കും. ഈ ഒരു രീതിയിലാണ് അവന്റെ കുടുംബ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അതുമല്ല, ഇപ്പൊ അവന്റെ അമ്മയുടെ വീട്ടിലേക്ക് താമസിക്കാൻ വന്നതിന് ശേഷം തന്റെ മകൻ ഇങ്ങനെ ഒരു അസുഖമുണ്ട്. അതുവരെയും ഒരു കുഴപ്പമില്ലായിരുന്ന അവന്റെ അമ്മയ്ക്കാണെങ്കിലും മറ്റൊരു അസുഖം വന്ന് പിടിവിടാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യങ്ങൾ ഓർമ്മയില്ല, അതേപോലെ തന്നെ പറയുന്നതൊന്നും മനസ്സിലാവത്തില്ല. ഇപ്പൊ ഒരു കാര്യം സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതുപോലും മനസ്സിലാക്കാനായിട്ട് അവരെ കൊണ്ട് കഴിയാത്തൊരവസ്ഥ.
അതുപോലെ ഇതേപോലെ ഒരു അസുഖം തന്നെ നമ്മുടെ ഡേവിഡിന്റെ അച്ഛനും ഉണ്ടായിരുന്നു. ആ ഒരു അസുഖം ഇപ്പൊ തന്റെ അമ്മയ്ക്കും വന്നെന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ തന്റെ അമ്മയ്ക്കും വയ്യാതായതുകൊണ്ട് അമ്മയെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റാന്ന് പറഞ്ഞിട്ട് സഹോദരിയെ വിളിച്ചിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് അവള് പറയുന്നത്, നിന്നെ കൊണ്ട് നോക്കാൻ കഴിയത്തില്ലെങ്കിൽ അമ്മനെ ഓൾഡ് ഏജ് ഹോമിലേക്ക് മാറ്റാനാണോ? അതൊരിക്കലും ഞാൻ സമ്മതിക്കത്തില്ല. നിന്നെ കൊണ്ട് നോക്കാൻ കഴിയത്തില്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിർത്തിക്കോ. എല്ലാ ദിവസവും ഞാൻ വന്നിട്ട് അമ്മയെ നോക്കിക്കോളാം. ആ ഒരു രീതിയിലാണ് ആ ഒരു സഹോദരി എല്ലാ ദിവസവും അവന്റെ അമ്മയെ കാണാനായിട്ട് അവിടേക്ക് വരുന്നത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം ആലോചിച്ച് നമ്മുടെ ഡേവിഡ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഒരു കേക്ക് വാങ്ങാന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ കടയിലേക്ക് വന്നിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കാണ് അവിടേക്ക് മറ്റൊരാൾ വന്നിട്ട് ആ കടയിലെ ആ ഒരു ലേഡിയോട് ചോദിക്കും, അതെ എന്റെ മകളെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇപ്പോ കുറച്ചു നേരമായിട്ട് അവളെ കാണാനില്ല. ഏകദേശം അവൾക്കൊരു 7 വയസ്സുണ്ടാവും. അതുമല്ല അവളെ കാണാതാവുന്ന സമയത്ത് അവളൊരു പിങ്ക് കളർ ഷർട്ടാണ് ഇട്ടിരുന്നത് എന്നെല്ലാം കട നടത്തുന്ന ആ ഒരു സ്ത്രീയോട് അയാൾ ചോദിക്കുന്നതും നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീട് മൊത്തത്തിൽ ഇരുട്ടായി കിടക്കുന്നു. അതുമല്ല അനക്കമൊന്നുമില്ല. അങ്ങനെ മുകളിലേക്ക് ചെന്നിട്ട് സാറയോട് ചോദിക്കും, അല്ല എന്താ പറ്റിയേ, നീ എന്തിനാ എന്നെ എത്രയും പെടുത്ത് വിളിച്ചെന്നെല്ലാം ചോദിക്കുമ്പോ സാറ് പറയും, നീ നേരെ ചെന്നിട്ട് നമ്മുടെ പൂന്തോട്ടത്തിലേക്ക് നോക്ക് എന്നും പറഞ്ഞിട്ട് മുകളിലത്തെ റൂമിലേക്ക് വന്ന് താഴെ ആ ഒരു പൂന്തോട്ടത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് അവിടെ ഒരു കാഴ്ച കാണുന്നത്. ആഹാ, അവിടെ ഒരു ചെറിയ പെൺകുട്ടി മരിച്ചു കിടക്കുന്നു. ഇത് കാണുന്നത് നമ്മുടെ ഡേവിഡ് പെട്ടെന്ന് പേടിച്ചിട്ട് സാറയോട് ചോദിക്കും, ഹേയ് ആരാ ഇത് ചെയ്തതെന്നെല്ലാം ചോദിക്കുമ്പോ, അല്ല ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് വീടിനകത്ത് ആ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കായിരുന്നു. വീടിനകത്ത് കിടത്താൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ വെളിയിലേക്ക് കൊണ്ടിട്ടത്. ഇതല്ലാതെ വേറെ ഒന്നും എനിക്ക് അറിയത്തില്ല എന്നിങ്ങനെ പറയുന്നതും അപ്പൊ നമ്മുടെ മകൻ എവിടെ, അവൻ എവിടെയാണ്, അവനായിരിക്കും ഒരു കാര്യം ചെയ്തത്, ഇന്ന് അവനെ കാണിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ട് നേരെ മുകളിലേക്ക് അവന്റെ മകന്റെ റൂമിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ ഇതൊന്നും വലിയ കാര്യമാക്കാതെ ടി.വി കണ്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് സത്യം പറയും ഇവിടെ എന്താ സംഭവിച്ചെന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ ഒന്നും മിണ്ടാതെ ആ ഒരു കാർട്ടൂൺ കണ്ടോണ്ടിരിക്കുന്നു, സൈക്കോ ചെറുക്കൻ. അപ്പൊ ഡേവിഡ് ആണെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ സാറ വന്നിട്ട്, നിങ്ങൾ ഇത്രയും ദേഷ്യപ്പെട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ പറയാനാണ്, ഞാൻ ചോദിക്കാം നിങ്ങൾ താഴെ പോയിട്ട് ആ ശരീരം എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡേവിഡിനെ താഴേക്ക് പറഞ്ഞു വിടുന്നതും ഡേവിഡ് നേരെ താഴേക്ക് വന്നിട്ട് ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ശരീരം അങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് ഇവിടെ മറ്റൊരു ടെസ്റ്റ്. നേരത്തെ ഇവൻ ട്രെയിൻ ഇറങ്ങിയിട്ട് ഒരു കടയിലേക്ക് കയറുമ്പോഴത്തേക്ക് അവിടെ ഒരാൾ വന്നിട്ട് തന്റെ മകളെ കാണാനില്ല എന്ന് പറഞ്ഞിരുന്നല്ലോ. അതുമല്ല അവളാണെങ്കിൽ ഒരു പിങ്ക് ഷർട്ടാണ് ഇട്ടിരുന്നതെന്ന് പറഞ്ഞു. ആ ഒരു കാണാതായിട്ടുള്ള പെൺകുട്ടിയായിരുന്നു ഇത്. അതുമല്ലാതെ ഈ ഒരു പെൺകുട്ടിയുടെ ഒരു കാലിൽ മാത്രമാണ് ഷൂ ഉള്ളത്, മറ്റൊരു കാലിൽ ഷൂ ഇല്ല. അങ്ങനെ ഇതും കൂടി മനസ്സിലാക്കി നമ്മുടെ ഡേവിഡ് ആണെങ്കിൽ കൈയോടുന്നില്ല കാല് ഓടാത്ത അവസ്ഥയിൽ നേരെ മുകളിലേക്ക് വന്നിട്ട് തന്റെ ഭാര്യയോട് ചോദിക്കും, എന്താ പറ്റിയത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവള് ഒരു കാര്യം പറയുന്നത്. എന്താണെന്ന് വെച്ചാല് ആ ഒരു ചെറിയ പെൺകുട്ടിയും നമ്മുടെ മകനും തമ്മിൽ സുഹൃത്തുക്കളായിരുന്നു. അതുമല്ല അവനോടൊപ്പം കളിക്കാനും എന്തോ ഒരു കാർട്ടൂൺ കാണാൻ വേണ്ടിയിട്ടാണ് അവള് നേരെ ഇവിടേക്ക് വന്നത്. അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അവനോട് കളിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. ആ ഒരു ദേഷ്യത്തിന് അവൻ അവളുടെ കഴുത്ത് ഞെരിച്ച് ആ ഒരു പെൺകുട്ടിയെ ഇവിടെ വെച്ച് കൊല്ലുമായിരുന്നു എന്ന് വളരെ സിമ്പിൾ ആയിട്ട് സാറ എങ്ങനെ പറയുന്നതും ഇത്രയും ചെയ്തിട്ടാണ് ആ ഒരു സൈക്കോ ചെറുക്കൻ അതിനകത്ത് കയറി ടി.വി കണ്ടോണ്ടിരിക്കുന്നത്. എന്ത് ധൈര്യം ഉണ്ടോ നോക്കണേ. അപ്പോഴേക്കും നമ്മുടെ ഡേവിഡ് പറയും, ഇതെന്തായാലും ശരിയാവത്തില്ല, ഞാൻ എന്തായാലും പോലീസിനെ വിളിക്കാൻ പോണ് എന്നിങ്ങനെ പറയുന്നതും സാർ എന്താ ചെയ്യുന്ന വെച്ചാല് ഒരു കത്തി എടുത്ത് അവളുടെ കഴുത്തിലേക്ക് വെച്ചിട്ട്, ഏയ് നിങ്ങൾ പോലീസിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു കത്തി എന്റെ കഴുത്തിലേക്ക് ഞാൻ ഇറക്കും. നമ്മുടെ മകനെ പോലീസ് വിളിച്ചോണ്ട് പോകുന്നത് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്തേ പറ്റൂ, നമ്മുടെ മകനെ രക്ഷിച്ചേ പറ്റൂ എന്നിങ്ങനെ പറയുന്നതും ഇനിയിപ്പോ തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ദൃശ്യത്തിലെ മോഹൻലാൽ ചിന്തിക്കുന്നത് പോലെ തന്നെയാണ്, എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതുകൊണ്ട് ഈ ഒരു ഡെഡ് ബോഡി എങ്ങനെയെങ്കിലും മറവ് ചെയ്ത് തന്റെ മകനെ ഇതിൽ നിന്ന് രക്ഷിക്കണം. അങ്ങനെ അതിനു വേണ്ടിയിട്ട് എന്തൊരു പ്ലാൻ കണ്ടുപിടിച്ച് ആലോചിക്കുന്ന സമയത്താണ് ഇതിലൊരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കയ്യിൽ കാറില്ല. അതുകൊണ്ട് ഈ ഒരു ശരീരം ഇവിടെ നിന്നും കുറെ ദൂരം കൊണ്ടുപോയിട്ട് മാറ്റിയിടാനായിട്ട് ഇവനെ കൊണ്ട് കഴിയത്തില്ല. അതുകൊണ്ട് അവൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അടുത്തൊരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അതിനകത്ത് കൊണ്ടുപോയി ഈ ഒരു പെൺകുട്ടിയുടെ ശരീരം മറവ് ചെയ്യാന്നാണ് അവനിപ്പോ പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഡേവിഡ് കയ്യിൽ ഗ്ലൗസ് എല്ലാം എടുത്തിട്ട് ആ ഒരു പെൺകുട്ടിയുടെ ഒരു കാലിൽ മാത്രമല്ലായിരുന്നു ഷൂ ഉള്ളത്, അതുകൊണ്ട് മറ്റേ കാലിലും ഷൂ എടുത്തിട്ട് ലേസ് എല്ലാം നല്ല രീതിയിൽ കെട്ടിവെച്ച് ആ പെൺകുട്ടിയുടെ ശരീരം എടുത്ത് ഒരു കാർഡ്ബോർഡ് ബോക്സിൽ അങ്ങനെ എടുത്തു വെച്ച് അവനൊരു സൈക്കിൾ ഉണ്ട്, ആ ഒരു സൈക്കിൾ എടുത്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് സൈക്കിളും എടുത്ത് നേരെ തിരിച്ച് ഈ ഒരു ബോക്സിനടുത്തേക്ക് വരുമ്പോഴത്തേക്കാണ് അവിടെ അവന്റെ അമ്മ ഇങ്ങനെ നിൽക്കുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു നിമിഷം ഞെട്ടിപ്പോവും. പക്ഷെ പ്രശ്നമൊന്നുമില്ല, കാരണം അവന്റെ അമ്മയ്ക്കാണല്ലോ ആ ഒരു അസുഖം ഉള്ളത്. അതുകൊണ്ട് അവർക്ക് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ അവൻ പറയും, അമ്മ എന്തിനാ ഇങ്ങനെ വെളി വന്ന് നിൽക്കുന്നത്, അകത്തേക്ക് പോന്നും പറഞ്ഞ് അവന്റെ അമ്മയെ അകത്തേക്ക് കൊണ്ടുപോയിട്ട് ആ ഒരു പെൺകുട്ടി ഇരിക്കുന്ന ബോക്സ് എടുത്ത് സൈക്കിളിന്റെ പുറകിൽ വെച്ച് ആ ഒരു സൈക്കിളും തള്ളി ആ ഒരു പബ്ലിക് ടോയ്ലറ്റിന്റെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. അതുമല്ല അങ്ങനെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ മഴയും പെയ്യുന്നുണ്ട്. അതുമല്ല ഈ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉള്ളത് അടുത്തുള്ള ഒരു പാർക്കിലും കൂടിയാണ്. അതും കൂടാതെ നല്ല രീതിയിൽ മഴ പെയ്യുന്നത് കൊണ്ട് ഈ ചെളിയായി കിടക്കയല്ലേ. അപ്പൊ ഈ ഒരു സൈക്കിൾ ഉരുട്ടിക്കൊണ്ട് പോകുന്ന ആ ഒരു ടയറിന്റെ പാട് നല്ല രീതിയിൽ താഴെയും പതിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഡേവിഡ് നേരെ ആ ചെറിയ പെൺകുട്ടിയുടെ ശരീരം കൊണ്ട് പാർക്കിലുള്ള പബ്ലിക് ടോയ്ലറ്റിലേക്ക് വന്നിട്ട് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇവരുടെ ആ ഒരു തോട്ടത്തിലെ പുല്ലുകളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മാക്സിമം ക്ലീൻ ചെയ്ത് ഇങ്ങനെ വിടാണ്. അങ്ങനെ ആ ഒരു പുല്ലെല്ലാം ശരീരത്തിൽ നിന്നും എത്രയൊക്കെ മാറ്റാൻ പറ്റും ആ ഒരു രീതിയിൽ ക്ലിയർ ചെയ്തിട്ട് ആ പെൺകുട്ടിയുടെ ശരീരം ബാത്റൂമിനകത്തിട്ട് അതിനകത്ത് നിന്ന് നേരെ തിരിച്ചു വരുമ്പോഴത്തേക്കാണ് ചെളിയിലെ സൈക്കിളിന്റെ
കാറിന്റെ ടയറിന്റെ പാട് പതിഞ്ഞായിട്ട് അവനിങ്ങനെ കാണും. അത് കാലുകൊണ്ട് ആ ഒരു പാടെല്ലാം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. എന്തോ ഒരു ബുദ്ധിയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം സൈക്കിളും കൊണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് വന്നിട്ട് അവ ഇട്ടിരുന്ന ആ ഒരു കോട്ടും അതേപോലെ തന്നെ ഗ്ലൗസുകൾ ഉണ്ടല്ലോ അതെല്ലാം ഊരിയിട്ട് തോട്ടത്തിൽ തന്നെ ഇട്ട് വീടിനകത്തേക്ക് നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് അവന്റെ ഭാര്യ സാറ അവന്റെ മകന് കഴിക്കാൻ വേണ്ടിയിട്ട് ആഹാരം കൊണ്ടുപോകുന്നു. ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് കഷ്ടപ്പെട്ട് ഒരുത്തൻ അകത്തേക്ക് വരുമ്പോ അവൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുക്കുകയല്ല. ആ സൈക്കോ ചെറുക്കന് ആഹാരം കൊണ്ടുപോകുന്നു. ഇത് കാണുമ്പോഴത്തേക്ക് എന്ത് ദേഷ്യം ഉണ്ടാവും ഡേവിഡിന്. ക്ഷീണിച്ചു വന്ന മനുഷ്യന് ഉപ്പിട്ട ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളം കൊടുക്കാനുള്ളത് നല്ല കുടുംബം തന്നെ. അങ്ങനെ ഉപ്പിട്ട കഞ്ഞിവെള്ളം കിട്ടാതെ അന്നത്തെ രാത്രി നമ്മുടെ ഡേവിഡ് കിടന്ന് ഉറങ്ങുന്നത്. അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ സൂഹിയും ആ സ്റ്റേഷനിലെ ഡിറ്റക്റ്റീവും എല്ലാവരും കൂടി ചേർന്ന് ആ ബാത്റൂമിനകത്ത് കിടന്ന ചെറിയ പെൺകുട്ടിയുടെ ശരീരം കണ്ടുപിടിച്ചു. എന്നിട്ട് അതിനെപ്പറ്റി എല്ലാം സംസാരിക്കാണ്. മരിച്ചുപോയത് 7 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവളെ കഴുത്ത് ഞെരിച്ചാണ് കൊന്നിരിക്കുന്നത്. അവളുടെ അച്ഛനാണെങ്കിൽ ഇന്നലെ മുതൽ അവളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്തിട്ടുണ്ട്. അതുമല്ല ഇവിടെയാണ് മറ്റൊരു കാര്യം. ഏതൊരു സ്റ്റേഷനിലാണോ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ പരാതി കൊടുത്തത് ആ ഒരു സ്റ്റേഷനിലാണ് നമ്മുടെ ഹീറോയും ജോലി ചെയ്യുന്നത്. തെറ്റ് ചെയ്തവൻ എത്ര വലിയ ദില്ലാലങ്കടിയാണെങ്കിലും ഹീറോ എന്തായാലും അവനെ കണ്ടുപിടിച്ചിരിക്കും, അത് ഉറപ്പാണ്. അങ്ങനെ അത് കഴിഞ്ഞ് കാണിക്കുമ്പോഴേക്കും നമ്മുടെ ഹീറോ ഇപ്പോൾ ഡേവിഡിന്റെ വീട്ടിലേക്ക് ചെല്ലാണ്. ഇവന്റെ വീട്ടിലേക്ക് അറിഞ്ഞുകൊണ്ട് ചെല്ലുന്നതല്ല, ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് ആ ഒരു പെൺകുട്ടി മരിച്ചത് ആ ഒരു പാർക്കിലാണല്ലോ, അതുകൊണ്ട് തന്നെ അതിനടുത്തുള്ള വീടുകളിലെല്ലാം പോയിട്ട് ഈ ഒരു പെൺകുട്ടി ഇന്നലെ എവിടെയെങ്കിലും കണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഓരോ വീടുകളിലും പോയി അന്വേഷിച്ച് അവസാനം ഇപ്പോൾ ഡേവിഡിന്റെ വീട്ടിലേക്ക് വന്നിരിക്കുന്നത്. ഇന്നലെ തന്നെ കഞ്ഞിവെള്ളം കിട്ടാത്തതിന്റെ ഒരു വിഷമവും ഈ പെൺകുട്ടിയെ കൊണ്ട് ഒളിപ്പിച്ച ആ ഒരു പേടിയും നമ്മുടെ ഡേവിഡിന് ആൾറെഡി തന്നെയുണ്ട്. ഇപ്പൊ ഈ ഒരു ഫോട്ടോ കൊണ്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ടെൻഷൻ കൊടുത്തേ ഉള്ളൂ. അങ്ങനെ ഫോട്ടോ കാണിച്ചിട്ട് ഇന്നലെ ഈ ഒരു പെൺകുട്ടിയെ എവിടെയെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ, ഈ ഒരു പെൺകുട്ടിയെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്ന് പറയുന്നതും ഓക്കെ ശരി, നിങ്ങളായിരിക്കും കാണാത്തത്, ചിലപ്പോൾ നിങ്ങളുടെ ഭാര്യ കണ്ടെങ്കിലോ, അതുകൊണ്ട് ഈ ഒരു ഫോട്ടോ കൊണ്ടുപോയിട്ട് അവരെ ഒന്ന് കാണിച്ചു നോക്കുന്നു പറയുന്നതും ഡേവിഡ് ആണെങ്കിലും എന്തായാലും അവൻ പറഞ്ഞതല്ലേ സംശയം തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഫോട്ടോയും വാങ്ങി തന്റെ ഭാര്യയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ അടുത്ത് വെറുതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് ആ തോട്ടത്തിൽ നമ്മുടെ ഹീറോ നിൽക്കുന്ന സമയത്ത് ഡേവിഡിന്റെ അമ്മയുണ്ടല്ലോ, ആ ഒരു അമ്മൂമ്മ, അവര് പെട്ടെന്ന് ഈ ഒരു തോട്ടത്തിനടുത്തേക്ക് വന്നിട്ട് ഇന്നലെ നമ്മുടെ ഡേവിഡ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഗ്ലൗസും മറ്റു കാര്യങ്ങളെല്ലാം തോട്ടത്തിൽ തന്നെ ഉപേക്ഷിച്ചിട്ടാണല്ലോ പോയത്. അതിൽ ആ ഒരു ഗ്ലൗസ് എടുത്ത് ഇങ്ങനെ കയ്യിലേക്ക് ഇടുന്നു. അമ്മൂമ്മ വല്ല പഴങ്കഞ്ഞിയും കുടിച്ചിട്ട് അകത്തിരിക്കാനുള്ളത് ആവശ്യമില്ലാതെ വെളിയിൽ വന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോ നമ്മുടെ ഹീറോ ആണെങ്കിൽ ഈ ഒരു കാര്യം കണ്ടിട്ട് അമ്മൂമ്മയുടെ അടുത്തേക്ക് ചെന്നിട്ട് എന്താ അമ്മ ഇവിടെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുന്നത്. അവര് പെട്ടെന്ന് ആ ഒരു ഗ്ലൗസ് ഇടാണ്ട് കയ്യിലേക്ക് എടുത്തിട്ട് ഹീറോയുടെ മുന്നിലേക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അവരിങ്ങനെ ഹീറോയെ വെറുതെ ഇങ്ങനെ കാണിക്കണം, അവർക്കൊരു കാര്യം അറിയത്തില്ലല്ലോ. അതേസമയം നമ്മുടെ ഹീറോയ്ക്ക് ആ ഒരു ഗ്ലൗസിലെ സ്മെല്ല് നല്ല ഇതിൽ അടിക്കുന്നുണ്ട്, ഒരു പ്രത്യേകതര സ്മെല്ല്. അപ്പോൾ ഗ്ലൗസിലിരുന്ന് ഇതേപോലെ സ്മെല്ല് എന്തുകൊണ്ടാണ് എന്നാലോചിച്ച് നമ്മുടെ ഹീറോ നിൽക്കുന്നതും പെട്ടെന്ന് നമ്മുടെ ഡേവിഡ് വീടിനകത്ത് നിന്ന് വെളിയിലേക്ക് ഇറങ്ങി വരും. എന്നിട്ട് അവന്റെ അമ്മയെ കാണുന്നതും അയ്യോ അമ്മ ഇവിടെ എന്താ ചെയ്യുന്നത്, വെറുതെ ആവശ്യമില്ലാതെ അവരിട്ട് ശല്യപ്പെടുത്താതെ എന്ന് പറഞ്ഞ് അവന്റെ അമ്മയ്ക്കുള്ള ആ ഒരു അസുഖത്തെ പറ്റി നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ആ ഒരു അമ്മൂമ്മയെ അകത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് അമ്മൂമ്മയുടെ വാക്കിംഗ് സ്റ്റിക്ക് ഉണ്ടല്ലോ അത് താഴെ വന്ന് വീഴും. അത് നമ്മുടെ ഹീറോ എടുത്ത് ഡേവിഡിന്റെ കയ്യിൽ കൊടുത്തിട്ട് ആ ഒരു ഗ്ലൗസിനെ പറ്റി ഹീറോ ഇങ്ങനെ ചോദിക്കും, അല്ല നിങ്ങൾ ഈ ഒരു ഗ്ലൗസ് എന്തിനാ യൂസ് ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും, അല്ല ഇതിവിടെ പൂന്തോട്ടം വൃത്തിയാക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ഹീറോ പറയും ഇല്ലല്ലോ ഒരു പ്രശ്നവുമില്ല എന്ന് നമ്മുടെ ഹീറോ പറയുന്നുണ്ടെങ്കിലും ഇവിടെ വെച്ചിട്ട് ഹീറോയ്ക്ക് അവനോട് ചെറിയ സംശയം തോന്നി തുടങ്ങി. പക്ഷെ നമ്മുടെ ഹീറോ ആണെങ്കിൽ അവനോട് സംശയമൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ അവരോട് സംസാരിച്ചിട്ട് ശരി ഈ ഒരു പെൺകുട്ടിയെ പറ്റിയുള്ള എന്തെങ്കിലും വിവരം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാല് ഈ ഒരു നമ്പറിലേക്ക് വിളിക്കാൻ പറഞ്ഞ് അവന്റെ വിസിറ്റിംഗ് കാർഡും കൊടുത്ത് ഹീറോ ഇവിടെ നിന്ന് നേരെ അടുത്തത് ആ ഒരു പെൺകുട്ടിയുടെ ശരീരം കിട്ടിയല്ലോ അവിടേക്കാണ് പോകുന്നത്. അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള സൂഹി അതേപോലെ തന്നെ ചീഫും മറ്റു പോലീസുകാരും എല്ലാവരും ഉണ്ട്. അതുമല്ല നമ്മുടെ ചീഫിനാണെങ്കിൽ ഹീറോയെ കാണുമ്പോൾ തന്നെ അത്രയും സന്തോഷം, കാരണം ഹീറോ ഈ ഒരു കേസിലേക്ക് ഉൾപ്പെട്ട് കഴിഞ്ഞാൽ തന്നെ ഈ ഒരു കേസ് കണ്ടുപിടിക്കുമെന്ന് ചീഫിനറിയാം. അതുകൊണ്ട് തന്നെ ചീഫ് നമ്മുടെ ഡിറ്റക്റ്റീവിനോട് പറയും ശരി ഇനി മുതൽ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വർക്ക് ചെയ്യണം എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഡിറ്റക്റ്റീവ് സൂഹിക്കാണെങ്കിൽ ഹീറോയോട് ജോലി ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ല. വേറെ ഒന്നല്ല, കാരണം ഹീറോ അവന്റെ അച്ഛനെ കാണാനായിട്ട് ആശുപത്രിയിലേക്ക് ചെല്ലാത്തത് തന്നെയാണ്. പക്ഷെ ഇവരുടെ ചീഫ് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോ ഒന്നും ചെയ്യാതിരിക്കാനും കഴിയത്തില്ല. അങ്ങനെ ഇവര് രണ്ടൊരു കേസ് അന്വേഷിക്കാൻ തുടങ്ങുന്നതും ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഡേവിഡ് ഇപ്പോ വീടിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് സാറ വന്നിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഇവിടേക്ക് അന്വേഷിക്കാൻ വന്ന ആ ഒരു പോലീസുകാരനെ എനിക്ക് സംശയമുണ്ട്, എന്തായാലും അവൻ ഈ ഒരു കേസ് കണ്ടുപിടിക്കും, അതുകൊണ്ട് നമുക്ക് ഇപ്പൊ തന്നെ സ്റ്റേഷനിലേക്ക് പോയിട്ട് എല്ലാ സത്യങ്ങളും പറഞ്ഞാലോ എന്നിങ്ങനെ പറയുമ്പോൾ അവന്റെ ഭാര്യയ്ക്കാണെങ്കിൽ അപ്പോഴും അതിന് സമ്മതമല്ല. അവര് വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങുന്നതും ഇപ്പൊ നമ്മുടെ ഡേവിഡിന് വേറെ നിവർത്തിയില്ലാതെ തന്റെ മകനെ രക്ഷിച്ചല്ലേ പറ്റൂ, അതുകൊണ്ട് മറ്റൊരു പ്ലാൻ ഇങ്ങനെ ചെയ്യാണ്. ആ ഒരു പ്ലാനിനെ പറ്റി തന്റെ ഭാര്യയോടും പറയുന്നുണ്ട്. അതേസമയം മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ വീട്ടിൽ കാണിക്കുമ്പോഴത്തേക്കും നമ്മൾ സ്റ്റാർട്ടിംഗ് സൈഡിൽ കണ്ട ഒരു റിപ്പോർട്ടർ ലേഡി ഉണ്ടല്ലോ അവളെ ഇങ്ങനെ കാണിക്കാണ്. അതുമല്ല അവളാണെങ്കിൽ അവിടെ വന്ന് ഫോട്ടോസും മറ്റു കാര്യങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ആ ഒരു പെൺകുട്ടിയുടെ വീടിനകത്തേക്ക് കയറി പോകുന്ന അവൾ കാണും. പക്ഷെ ഇവിടെ വെച്ചിട്ട് ഇപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും നല്ല ഇതിൽ പരിചയമില്ല. പക്ഷെ നമ്മുടെ ഹീറോ പ്രശസ്തനായിട്ടുള്ള ഒരു ഡിറ്റക്റ്റീവ് ആണ്, കേസുകളെല്ലാം നല്ല ഇതിൽ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം അവൾക്ക് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയോട് പരിചയപ്പെടണമെന്ന് അവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അങ്ങനെ വീടിനകത്തേക്ക് പോകുന്ന നമ്മുടെ ഹീറോയെ അവള് വെളിയിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അതേ സമയത്ത് അകത്തേക്ക് വന്ന് നമ്മുടെ ഹീറോ മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ അച്ഛനോട് ഇങ്ങനെ ചോദിക്കും, അല്ല നിങ്ങളുടെ മകൾക്ക് എന്തൊക്കെയാണ് ഇഷ്ടം, അവൾ എന്തൊക്കെയാണ് ചെയ്യാറ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവൾക്ക് കൂടുതലായിട്ടും കാർട്ടൂൺ സീരീസുകൾ ഇഷ്ടമാണ്. അതിലുള്ള പാവകളെല്ലാം ഒരുപാട് വാങ്ങിവെക്കും. ഇങ്ങനെയുള്ള എന്റെ മകളെ ഇതേപോലെ കൊല്ലാൻ വേണ്ടിയിട്ട് ആർക്കാണോ മനസ്സുകൊണ്ട് കഴിഞ്ഞത് എന്നെല്ലാം പറഞ്ഞിട്ട് ആ ഒരു അച്ഛൻ നല്ല ഇതിൽ കരയുന്നത്. ആ ഒരു ചെറിയ പെൺകുട്ടി വാങ്ങി വെച്ച പാവയും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ ഇങ്ങനെ നോട്ട് ചെയ്യുകയും ചെയ്യുന്നു.
അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും 1-2 പുല്ലുകൾ കിട്ടിയതായിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലുള്ള പുല്ലുകൾ ഈ ഒരു പരിസരത്തുള്ള ഒരുപാട് വീടുകളിലും ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു പുല്ല് മാത്രം വെച്ചിട്ട് എവിടെയാണ് കൊലപാതകം നടന്നതെന്ന് ഇവർക്ക് കണ്ടുപിടിക്കാൻ കഴിയത്തില്ല. അതുമല്ല ആ ഡെഡ് ബോഡി കിട്ടിയ സ്ഥലം ഉണ്ടല്ലോ, പാർക്ക്, അവിടെ മിഡ് നൈറ്റില് ഒരു വൈറ്റ് കളർ കാർ അവിടെ നിന്ന് പോയതായിട്ട് 1-2 പേര് കണ്ടിരുന്നു. അതുകൊണ്ട് ആ ഒരു പാർക്കിന് ചുറ്റുമായിട്ടുള്ള വീടുകളിലെ അതുപോലുള്ള കാർ ഉണ്ടോ ഇല്ലേ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കുക എന്നുള്ള കാര്യം നമ്മുടെ ഹീറോയോടും സൂഹിയോടും പറയുമ്പോഴത്തേക്കും അങ്ങനെ ഓരോ വീടുകളിലായിട്ട് കയറി ഇറങ്ങി നമ്മുടെ ഹീറോയും സൂഹിയും അവസാനം നടന്നു വരുന്നത് നമ്മുടെ ഡേവിഡിന്റെ വീട്ടിലേക്ക്. അകത്തേക്ക് വരുമ്പോ തന്നെ നമ്മുടെ ഡേവിഡ് വീണ്ടും അവന്മാർ വന്നു മനസ്സമാധാനം കളയാനായിട്ടെന്ന് പറഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നതും നമ്മുടെ ഹീറോയ്ക്കാണെങ്കിൽ ആൾറെഡി ഡേവിഡിന് ചെറിയ സംശയം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് അല്ല നിങ്ങളുടെ തോട്ടത്തിലെ പുല്ല് കുറച്ചെടുത്തോട്ടെ, കേസിന്റെ ഭാഗമായിട്ട് ഒരുപാട് വീടുകളിൽ നിന്ന് ഞങ്ങൾ ഇതേപോലെ പുല്ല് കളക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് പുല്ല് കൊടുക്കുന്നു. അങ്ങനെ പുല്ലെടുത്തിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കാണ് ഡേവിഡിന്റെ വീടിന്റെ മുകളിൽ അവൻ എന്തോ ഒരു കാര്യം ഇങ്ങനെ കാണുന്നുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമുക്കിപ്പോ കാണിച്ചു തരുന്നില്ല. പക്ഷെ എന്തോ ഒരു കാര്യം നോട്ട് ചെയ്തിട്ട് അല്ല മുകളിൽ കാണുന്ന ആ ഒരു റൂം ആരുടേതാണ് എന്ന് നമ്മുടെ ഡേവിഡിനോട് ചോദിക്കുമ്പോൾ സത്യം പറഞ്ഞാല് അത് ആ ഒരു സൈക്കോ പയ്യന്റെ റൂമാണ്. പക്ഷെ എന്തുകൊണ്ടാണ് നമ്മുടെ ഹീറോ ഇപ്പൊ അതിനെപ്പറ്റി ചോദിക്കുന്നതെന്ന് ഡേവിഡിന് മനസ്സിലാവാത്തത് കൊണ്ട് ഡേവിഡ് പറയും അതെന്റെ റൂമാണെന്ന് കള്ളം പറയും. അങ്ങനെ ആ ഒരു കള്ളം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നതും പെട്ടെന്ന് വീടിനകത്ത് നിന്നും പാത്രങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം താഴേക്ക് വീഴുന്ന ശബ്ദം ഇങ്ങനെ കേൾക്കുന്നു. അതുപോലെ അകത്ത് നിൽക്കുന്ന നമ്മുടെ ഡേവിഡിന്റെ ഭാര്യയാണെങ്കിലും അമ്മ എന്താ ഈ ചെയ്യുന്നേ, അടങ്ങിയിരിക്കുന്നല്ല ഇങ്ങനെ പറയുന്നതും ഇതെല്ലാം കാണുന്ന നമ്മുടെ ഹീറോ ആണെങ്കിലും അല്ല ഉള്ളെന്താ സംഭവിക്കുന്നത് ചോദിക്കുമ്പോൾ വേറെ ഒന്നുമില്ല സാർ, ഇതിന് മുന്നേ തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ എന്റെ അമ്മയാണ് ചില സമയങ്ങളിൽ ഇങ്ങനെ ദേഷ്യപ്പെട്ട് പല കാര്യങ്ങളും ചെയ്യും, മറ്റുള്ളവരെ ഉപദ്രവിക്കാറില്ലാണ്ട് എന്താണ് ചെയ്യുന്നതെന്ന് അമ്മയ്ക്ക് പോലും അറിയത്തില്ല എന്നല്ല ഇങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോ ആണെങ്കിലും ഓക്കെ ശരി എന്തായാലും ഞങ്ങൾ പോകുന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവര് രണ്ടുപേരും പോകുന്നത് നമ്മുടെ ഡേവിഡ് നേരെ അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കാണ് മറ്റൊരു ട്വിസ്റ്റ്. സത്യം പറഞ്ഞാല് ഡേവിഡിന്റെ അമ്മയല്ല ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിരുന്നത്. അവന്റെ അമ്മ സാധനങ്ങളെല്ലാം തകർക്കുന്നത് പോലെ അവന്റെ ഭാര്യയാണ് ഇത്രയും നേരം ഇതിനകത്ത് കിടന്ന് ഈ കാര്യങ്ങളെല്ലാം ചെയ്തത്. എന്താണ് ഇങ്ങനെ ചെയ്യാൻ കാരണമെന്നല്ലേ ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഇപ്പോ അവന്റെ അമ്മയുണ്ടല്ലോ ആ ഒരു മുത്തശ്ശി അവരെ ഇപ്പൊ ഈ ഒരു കേസിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവരാണ് ഈ ഒരു കൊലപാതകം തന്നെ ചെയ്തതെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. അതേസമയം നമ്മുടെ ഹീറോയും സൂഹിയും അങ്ങനെ ഡേവിഡിന്റെ വീടിന്റെ അരികിലൂടെ നടന്നു പോകുന്ന സമയത്താണ് ഇവരുടെ ആ ഒരു പൂന്തോട്ടത്തിന്റെ ഇപ്പുറത്തെ സൈഡിലെ ഒരു സൈക്കിൾ ഇരിക്കുന്നത് ഹീറോ ഇങ്ങനെ കാണുന്നത്. അതുമല്ല ആ ഒരു സൈക്കിളിനെ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് നോക്കുമ്പോഴത്തേക്കാണ് സൈക്കിളിന്റെ ടയറിലും മറ്റു ഭാഗങ്ങളിലെല്ലാം ചെളി ഇങ്ങനെ പറ്റിയിരിക്കുന്നത് കാണുന്നതും ഹീറോയ്ക്ക് ഇപ്പൊ കുറച്ചുകൂടി സംശയം കൂടി തുടങ്ങി. എന്നിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവിനെ നേരെ ഓഫീസിലേക്ക് പോയിക്കോ ഞാൻ പുറകെ തന്നെ വരാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ ഹീറോ വീണ്ടും ഡേവിഡിനെ കാണാനായിട്ട് വരുവാണ്. അപ്പൊ നമ്മുടെ ഡേവിഡ് മനസ്സിൽ ചിലപ്പോ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് ഇവൻ സമ്മതിക്കത്തില്ലല്ലോ. എന്നിട്ടാണ് നമ്മുടെ ഹീറോ എന്നിട്ട് ചോദിക്കുന്നത് ഇല്ല വേറെ ഒന്നും കൊണ്ടല്ല കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല അമ്മയ്ക്ക് വയ്യാണ്ടാകുമ്പോഴത്തേക്ക് എങ്ങനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നേ, നിങ്ങളുടെ കയ്യിൽ കാറുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോ എന്റെ കയ്യിൽ കാറൊന്നുമില്ല, എന്റെ സഹോദരിയുടെ കയ്യിൽ കാറുണ്ട്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവളെ വിളിക്കും, അവളാണ് വന്ന് അമ്മയെ കൊണ്ടുപോകാറ് എന്ന് നമ്മുടെ ഡേവിഡ് പറയുന്നതും ഓക്കെ ശരി പൂന്തോട്ടത്തിന് അടുത്തായിട്ട് ഒരു സൈക്കിൾ ഇരിക്കുന്നത് നിങ്ങളുടേതാണെന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും അത് എന്റെ സൈക്കിൾ തന്നെയാണ്, ഞാനും എന്റെ ഭാര്യയെ മാറി മാറിയാണ് അത് ഉപയോഗിക്കുന്നത്. അല്ല എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇന്നലെ രാത്രി നിങ്ങൾ സൈക്കിൾ എവിടെയെങ്കിലും കൊണ്ടുപോയിരുന്നു, സൈക്കിളിൽ മുഴുവനും ചെടിയെല്ലാം പറ്റിയിരിക്കുന്നു, ഇന്നലെ നല്ല മഴയും കൂടി ഉണ്ടായിരുന്നു, നിങ്ങൾ ഇന്നലെ സൈക്കിൾ എടുത്തിട്ട് പോയാൽ മാത്രമേ അങ്ങനെ ആ ഒരു സൈക്കിളിൽ ചെടിയെല്ലാം പറ്റത്തുള്ളൂ, നിങ്ങൾ എവിടെയെങ്കിലും എടുത്തിട്ട് പോയിരുന്നോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും അതെ കടയിൽ പോകാനായിട്ട് സൈക്കിൾ കൊണ്ട് പോയിരുന്നു എന്ന് ഡേവിഡ് ഇങ്ങനെ പറയുന്നത് നമ്മുടെ ഹീറോ ആണെങ്കിൽ ആ ഒരു കാര്യം കേട്ട് ശരി ഞാൻ പോവാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോവുകയും ചെയ്യാണ്. അതുമല്ല നമ്മുടെ ഹീറോ അവിടെ നിന്ന് നേരെ പോകുന്നത് ആ ഒരു പാർക്കിനടുത്തേക്കാണ്. അവിടെ വന്നിട്ട് നമ്മുടെ ഡേവിഡ് ആ ഒരു സൈക്കിളിന്റെ പാട് കാലോട്ട് തുടച്ചു മാറ്റിയിരുന്നല്ലോ ആ ഒരു സ്ഥലത്തേക്ക് വന്നിരുന്ന് ഒരുപാട് നേരം അങ്ങനെ നോക്കിയിരിക്കുന്നതും അവിടേക്ക് നമ്മുടെ റിപ്പോർട്ടർ ആയിട്ടുള്ള ആ ഒരു ലേഡി ഇങ്ങനെ വരികയാണ്. അങ്ങനെ അവള് വന്ന ഉടനെ നമ്മുടെ ഹീറോയോട് ചോദിക്കും അല്ല ഈ കേസിനെ പറ്റിയുള്ള എന്തെങ്കിലും വിവരങ്ങൾ നിങ്ങൾക്ക് പറയാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഹീറോ പറയും ഇല്ല കേസ് ഇതുവരെയും പൂർത്തിയാക്കിയിട്ടില്ല, പാതിയിൽ വെച്ച് തന്നെ എന്തായാലും എനിക്ക് വ്യക്തമായിട്ടൊന്നും പറയാൻ കഴിയത്തില്ല, അതുകൊണ്ട് കേസ് പൂർത്തിയാക്കിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അങ്ങനെ അവിടെ നിന്ന് ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവിനോട് ചോദിക്കും അല്ല ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ആ ഒരു പെൺകുട്ടിയുടെ ശരീരം എന്തുകൊണ്ടാണ് ആ ഒരു പാർക്കിന്റെ അടുത്തുള്ള ടോയ്ലറ്റിനകത്ത് തന്നെ കൊണ്ടിട്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഡിറ്റക്റ്റീവ് പറയും ആ ഒരു പെൺകുട്ടിയെ വേറെ എവിടെയെങ്കിലും വെച്ച് കൊന്നിട്ട് ശരീരം ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തായിരിക്കും, കാരണം അങ്ങനെയാണെങ്കിൽ നമ്മൾ പാർക്കിന് ചുറ്റുമുള്ള ആ ഒരു പ്രദേശത്ത് മാത്രമല്ലേ കൊലയാളിയെ അന്വേഷിക്കത്തുള്ളൂ, അതുകൊണ്ട് കൊലയാളിക്ക് രക്ഷപ്പെടാനും കഴിയും, അതുകൊണ്ടായിരിക്കും ആ ഒരു കൊലയാളി അങ്ങനെ ചെയ്തത് എന്ന് നമ്മുടെ ഡിറ്റക്റ്റീവ് പറയുന്നതും ഹീറോ പറയും നീ പറയുന്നത് ശരി തന്നെയാണ്, പക്ഷേ ആ ഒരു ശരീരം നമുക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ഒരു കാടിനകത്തോ അല്ലെങ്കിൽ ഒരു മലയുടെ മുകളിലോ അങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചിരുന്നെങ്കിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവുമായിരുന്നു, അങ്ങനെയാണെങ്കിൽ അവനെ കൊണ്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകാനായിട്ട് കഴിയത്തില്ല, കാരണം കാറോ അങ്ങനെ എന്തെങ്കിലും വലിയ വാഹനങ്ങൾ ഉള്ളവർക്ക് എന്തായാലും ദൂരെയുള്ള മലയിലേക്കോ കാടിലേക്കോ കൊണ്ടുപോയിട്ട് ആ ഒരു ശരീരം ഒളിപ്പിക്കാൻ കഴിയത്തുള്ളൂ, അതുകൊണ്ട് അവൻ ഒരിക്കലും കാറിൽ ആ ഒരു ശരീരം കൊണ്ടുപോയിട്ടില്ല എന്നിങ്ങനെ നമ്മുടെ ഹീറോ പറയുന്നതും ഇവിടെ നമ്മുടെ ഡേവിഡിനെയും ഭാര്യനെയും കാണിക്കുമ്പോഴത്തേക്കും ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് അവരുടെ മകൻ യൂസ് ചെയ്തിരുന്ന പാവയും മറ്റു കാര്യങ്ങളെല്ലാം ഒരു കവറിലാക്കി അതിൽ നിന്നും ഒരു പാവയെ മാത്രം എടുത്ത് അതിന്റെ കയ്യോ മൂക്കോ എന്തോ ഓടിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇതുപോലെ ആയിരിക്കണം പ്ലാൻ ചെയ്യേണ്ടത്
എന്ന് അവന്റെ ഭാര്യയോട് ഇങ്ങനെ പറയുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഡേവിഡിന്റെ സഹോദരിയാണല്ലോ അവളുടെ അമ്മയെ കാണാൻ വേണ്ടിട്ട് ഈ വീട്ടിലേക്ക് ഇങ്ങനെ വരികയാണ്. പക്ഷെ ഇവള് വീടിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമാവും. അതുകൊണ്ട് ഡേവിഡ് ഓടി വന്നിട്ട് അവളെ വീടിനകത്തേക്ക് കയറ്റാതെ വെളിയിൽ വന്നിട്ട് അവനിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് അവള് പറയുന്നത്, ഏയ് ഞാൻ വെറുതെ വന്നതാടാ, അമ്മയ്ക്ക് ഈ ഒരു സാൻഡ്വിച്ച് കൊടുത്തിട്ട് പോവാന്ന് വെച്ചു, ഇനിയിപ്പോ എന്തായാലും എനിക്ക് ഇവിടെ നിൽക്കാൻ സമയമില്ല, നീ തന്നെ കൊടുത്തേക്ക് എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ കൊടുക്കുന്നതും പോകുന്നതിന് മുന്നേ തന്നെ അവള് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അയ്യോ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി, നിന്റെ ഭാര്യയുടെ കയ്യിൽ ലിപ്സ്റ്റിക് എന്തെങ്കിലും ഉണ്ടോ, അതെടുത്ത് അമ്മയുടെ അടുത്ത് വെക്കരുത് നീ പറയണം. കാരണം ഇതിനു മുന്നേ ഞാൻ അമ്മയെ കാണാനായിട്ട് വരുന്ന സമയത്ത് എന്റെ ലിപ്സ്റ്റിക് അറിയാതെ ഞാൻ അമ്മയുടെ അടുത്ത് വെച്ചിട്ട് പോയി. അപ്പോഴേക്കും അമ്മ എന്താ ചെയ്തു വെച്ചാല് ആ ഒരു ലിപ്സ്റ്റിക് എടുത്ത് കയ്യിൽ മൊത്തം തേച്ചു, എന്നിട്ട് അതെടുത്ത് തിന്നാനെല്ലാം തുടങ്ങി. അതുമല്ല നമ്മുടെ അച്ഛനാണെങ്കിലും ഈ ഒരു അസുഖം ബാധിച്ചതിന് ശേഷം ഇതുപോലെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. അതുകൊണ്ട് ലിപ്സ്റ്റിക് എടുത്ത് ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞിട്ട് അവള് നേരെ കാറിലേക്ക് വന്ന് കാറിന്റെ ഡോർ തുറന്നിട്ട് അവൾ അങ്ങനെ പുറകിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഡേവിഡ് അകത്തേക്ക് കയറി പോകുന്ന അതേ സമയത്ത് അവള് കാറിൽ കയറാതെ വീണ്ടും തിരിച്ചു വന്നിട്ട് ഇവരുടെ ആ ഒരു പൂന്തോട്ടത്തിനടുത്ത് തന്നെ ഒരു ചെടിച്ചട്ടിയുണ്ട്, അതിനടിയിൽ നിന്ന് എന്തോ ഇങ്ങനെ എടുക്കുന്നു. പക്ഷെ അത് എന്താണെന്ന് നമുക്ക് ഇപ്പോ കാണിച്ചു തരുന്നില്ല, എന്തിനാണ് ഇവിടെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്കിപ്പോ അറിയത്തില്ല. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നതും ഇവിടെ നമ്മുടെ ഹീറോയെ കാണിക്കുമ്പോഴത്തേക്കാണ് ഡേവിഡിന്റെ വീട്ടിലെ സൈക്കിളിൽ ചെടിയെല്ലാം പറ്റിയിരുന്നല്ലോ, അതുപോലെ തന്നെ ആ ഒരു പാർക്കിന്റെ മറ്റൊരു സ്ഥലത്ത് വെള്ളമെല്ലാം ഒഴിച്ച് ആകെ ചെളിയാക്കിയിട്ട് ആ മരിച്ചുപോയ പെൺകുട്ടിയുടെ അതേ ഭാരമുള്ള രീതിയിൽ ഒരു ബോക്സിനകത്ത് വെയിറ്റ് എല്ലാം വെച്ച് ഒരു സൈക്കിളിന്റെ മുകളിൽ ആ ഒരു പെട്ടി എടുത്ത് വെച്ചിട്ട് ഈ ഒരു ചെളിയുടെ മുകളിലൂടെ സൈക്കിൾ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോഴേക്ക് സൈക്കിൾ കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്തായാലും ആ സൈക്കിളിന്റെ ടയറിന്റെ പാട് ചെടിയിൽ ഇങ്ങനെ പതിയെ ചെയ്യുന്നു. അങ്ങനെ ആ ഒരു ടയറിന്റെ പാട് പതിഞ്ഞതിന് ശേഷം നമ്മുടെ ഹീറോ വന്നിട്ട് ആ ടയർ മാർക്കുണ്ടല്ലോ അതങ്ങനെ കാലുകൊണ്ട് ഡേവിഡ് എങ്ങനെയാണോ മായ്ച്ചത് അതേപോലെ തന്നെ മായ്ച്ചു കളയും ചെയ്യുന്നു. അതുകൊണ്ട് ഡെഡ് ബോഡി എന്തായാലും കാറിൽ കൊണ്ടുപോയിട്ടില്ല, പകരം ഈ സൈക്കിളിലാണ് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് നമ്മുടെ ഹീറോയ്ക്ക് ഇപ്പൊ മനസ്സിലായി. അതെന്തായാലും ചെയ്തത് നമ്മുടെ ഡേവിഡ് ആണെന്നും ഹീറോ ഏകദേശം കണ്ടുപിടിച്ചു. എന്നിട്ട് നമ്മുടെ ഹീറോ എഴുന്നേറ്റിട്ട് സൂഹിയോട് പറയും, ശരി ഡേവിഡിന്റെ വീട്ടിലെ എല്ലാവരെയും നമുക്ക് ചോദ്യം ചെയ്യണം എന്നിങ്ങനെ പറയുന്ന അതേ സമയത്ത് ഇവിടെ ഡേവിഡിന്റെ വീട്ടിൽ കാണിക്കുമ്പോൾ ഡേവിഡ് എന്താ ചെയ്യുന്ന വെച്ചാല് തന്റെ മകന്റെ പാവാളെല്ലാം ഒരു കവറിലാക്കി ഒളിപ്പിച്ചു വെച്ചല്ലോ, അതുമല്ല ഒരു പാവ മാത്രം അവർ തകർക്കുകയും ചെയ്തു. ആ ഒരു പാവയും കൊണ്ട് അവന്റെ അമ്മയുടെ റൂമിലേക്ക് വന്ന് അവിടെയുള്ള ഒരു ഷെൽഫിലേക്ക് ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ദേ പോലീസ് വന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ആയിരിക്കണം പറയേണ്ടത് എന്നല്ല ഭാര്യയോട് ഇങ്ങനെ പറയുന്നതും ഇവിടെ നമ്മുടെ സൂഹിനെ ഹീറോയെ കാണിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഡേവിഡിന്റെ സഹോദരിയെ കാണാനായിട്ട് ചെല്ലുകയാണ്. ഡേവിഡിന്റെ മേളിൽ സംശയം ഉള്ളതുപോലെയല്ല, സാധാരണ രീതിയിൽ ഇങ്ങനെ കാര്യം ചോദിക്കാനാണ് പോകുന്നത്. അല്ല ഡെഡ് ബോഡി കിട്ടിയ ആ ഒരു പാർക്കിന്റെ അടുത്തൂടെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവള് പറയുന്നത്, ഓ അതോ അതെന്റെ സഹോദരന്റെ വീട് അവിടെയാണ് എന്റെ അമ്മ താമസിക്കുന്നത്, അമ്മയെ കാണാനായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകാറുണ്ട്, ഇല്ലാതെ ഞാൻ അങ്ങനെ അവിടെ പോകാറില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല നിങ്ങളുടെ അമ്മയ്ക്ക് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും, ഹേയ് നിങ്ങളോട് ഇതാരാ പറഞ്ഞത്, എന്റെ അമ്മ ഒരു പാവമാണ്, അങ്ങനെ ഒന്നും ചെയ്യാറില്ല, ഒരിക്കലും അങ്ങനെ ആരെയും ഉപദ്രവിക്കത്തൊന്നുമില്ല, എന്റെ അമ്മ അങ്ങനെയുള്ള ഒരാളെയല്ല എന്ന് നമ്മുടെ ഡേവിഡ് ഹീറോയോട് എന്ത് കാര്യമാണോ പറഞ്ഞത് അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് അവിടെ ഇങ്ങനെ പറയുന്നു. അതിലൂടെ തന്നെ മനസ്സിലായി നമ്മുടെ ഡേവിഡ് എന്തോ ഒരു കള്ളം പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് ഹീറോയും സൂയും വീണ്ടും നമ്മുടെ ഡേവിഡിനെ കാണാനായിട്ട് വന്നിട്ട്, അല്ല ഇന്നലെയാണ് കൊലപാതകം നടന്നിട്ടുള്ളത്, ഇന്നലെ രാത്രി നിങ്ങൾ എവിടെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഇവര് രണ്ടുപേരും ഇന്നലെ ജോലിക്കാണ് പോയിരുന്നത്, അതുകൊണ്ട് ആ ഒരു കാര്യം ഹീറോയോട് ഇങ്ങനെ പറയുകയും ചെയ്യും. അപ്പോഴാണ് ഹീറോ ചോദിക്കുന്നത്, അല്ല നിനക്കൊരു മകനില്ലേ, അവൻ എവിടെയായിരുന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ വേറെ എവിടെയായിരുന്നു എന്ന് ഇവരോട് ഇങ്ങനെ കള്ളം പറയും. അപ്പോഴേക്കാണ് നമ്മുടെ ഹീറോ ഡേവിഡിനോട് ചോദിക്കുന്നത്, അല്ല നിനക്ക് സ്പാ ഫ്രീ എന്ന് പറഞ്ഞിട്ട് ആ ഒരു അനിമേഷൻ സീരീസ് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയോ എന്നിങ്ങനെ ചോദിക്കുന്നതും ഡേവിഡ് പറയും, അല്ല നിങ്ങൾ എന്താ പറയുന്നേ, എനിക്കിപ്പോ അനിമേഷൻ സീരീസ് കാണുന്ന ആ ഒരു പ്രായമാണെന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെയെല്ലാം ചോദിക്കുന്നത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് ഇവിടെ നമ്മുടെ ഹീറോ മറ്റൊരു കാര്യം ഇങ്ങനെ പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ ഹീറോ ഇപ്പോൾ ഇങ്ങനൊരു ചോദ്യം ചോദിക്കാൻ കാരണം എന്ന് വെച്ചാല് ഇതിനു മുന്നേ ഹീറോ ഈ വീട്ടിലേക്ക് ആ ഒരു പുല്ലെടുക്കാൻ വരുന്ന സമയത്ത് അവൻ വീടിന്റെ മുകളിൽ എന്തോ ഒരു കാര്യം കണ്ടിരുന്നല്ലോ. അങ്ങനെ അവൻ അവിടെ എന്താണ് കണ്ടതെന്ന് വെച്ചാല് മരിച്ചുപോയ ഒരു പെൺകുട്ടിയുടെ വീട്ടില് അവൾ എന്ത് തരം പാവളാണോ വാങ്ങിവെച്ചത് അതേപോലെയുള്ളൊരു കാർട്ടൂൺ കഥാപാത്രത്തിന്റെ വലിയൊരു പോസ്റ്റർ അവ കണ്ട ഒരു മുറിയിലുണ്ടായിരുന്നു. ആ പോസ്റ്ററിലുള്ള അനിമേഷൻ സീരീസിന്റെ പേരാണ് സ്പാ ഫ്രീ. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോ അവനോട് ഇത് ആരുടെ റൂമാണെന്നും അന്ന് ചോദിച്ചിരുന്നത്. പക്ഷേ ഹീറോ എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം ചോദിക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ ഡേവിഡ് ആണെങ്കിൽ അത് തന്റെ റൂമാണെന്ന് കള്ളം പറയുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ ഹീറോ താഴെ ഇരുന്നിട്ട് മുകളിലേക്ക് നോക്കുമ്പോഴത്തേക്കും ആ റൂമിനകത്തുള്ള പോസ്റ്റർ ഒന്നും കാണാനില്ല, കാരണം നമ്മുടെ ഡേവിഡ് ആണല്ലോ അതെല്ലാം ക്ലീൻ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല ആ റൂമിലുണ്ടായിരുന്ന ആ ഒരു പോസ്റ്റർ എവിടെയെന്ന് ചോദിക്കുമ്പോൾ റൂം വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ ഭാര്യയും കൂടിയാണ് റൂമെല്ലാം ക്ലീൻ ചെയ്തത്. ഓ ആ ഒരു പോസ്റ്റർ എല്ലാം എന്റെ ഭാര്യയാണ് ആ റൂമിൽ ഒട്ടിച്ചിരുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയാത്തത് എന്ന് നമ്മുടെ ഡേവിഡ് ഇങ്ങനെ പറയുന്നതും ഇവൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കള്ളമാണെന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയാം. പക്ഷേ ഇപ്പോഴും ഇവർക്കെതിരെ നല്ല രീതിയിലൊരു തെളിവ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഹീറോയും ഡിറ്റക്റ്റീവും അവിടെ നിന്ന് തിരിച്ചു പോകുന്നതും ഹീറോ നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് ആ ചെറിയ പെൺകുട്ടി മരിച്ച സമയത്ത് അവളുടെ കാലിലിട്ടിരുന്ന ആ രണ്ട് ഷൂ ഉണ്ടല്ലോ അത് രണ്ടിന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ നോക്കാണ്. അപ്പോഴേക്കാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് സൂഹി എന്റെ അടുത്തേക്ക് വന്നിട്ട്, നീ ആശുപത്രിയിലേക്ക് വരുന്നു, ഞാൻ നിന്റെ അച്ഛനെ കാണാനായിട്ട് പോവാണ് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ഹീറോ അവൻ ചോദിച്ചതിന് മറുപടി പറയാതെ അവന്റെ ഫോണിൽ വന്ന ഒരു മെസ്സേജിന് റിപ്ലൈ ഇങ്ങനെ കൊടുക്കാണ്. അപ്പോഴാണ് നമ്മുടെ ഡിറ്റക്റ്റീവ് പെട്ടെന്ന് അവന്റെ അടുത്തേക്ക് വന്നിട്ട്, അല്ല നിന്നോടല്ലേ ഞാൻ ഇത്രയും നേരം സംസാരിച്ചത്, നിന്നെ വളർത്തിയ നിന്റെ സ്വന്തം അച്ഛനല്ലേ ആശുപത്രിയിൽ കിടക്കുന്നത്, എന്നിട്ട്
അദ്ദേഹത്തെ കാണാനായിട്ട് നീ എന്തുകൊണ്ടാ പോവാത്തത്? മരിക്കുന്നതിന് മുന്നേ ഒരു തവണയെങ്കിലും അദ്ദേഹത്തെ വന്നത് കണ്ടൂടെ? എനിക്കോ സഹിക്കാൻ കഴിയുന്നില്ല. നിനക്ക് എങ്ങനെ ഇതെല്ലാം സഹിച്ചു പിടിച്ച് നിൽക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് നീ ഇപ്പൊ തന്നെ എന്നോടൊപ്പം വരണം എന്നല്ല ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയെ വിളിച്ചുകൊണ്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹീറോ ഒരു കാരണവശാലും അവനോടൊപ്പം ചെല്ലത്തില്ല. അങ്ങനെ നമ്മുടെ സൂഹിയാണെങ്കിലും ഒറ്റയ്ക്ക് ആശുപത്രിയിലേക്ക് ഹീറോയുടെ അച്ഛനെ കാണാനായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ റിസപ്ഷനിലാണെങ്കിൽ ആ ഒരു നേഴ്സ് ഇരിപ്പുണ്ട്. അങ്ങനെ നേഴ്സിനെ കണ്ടിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് വരുമ്പോ, അല്ല ഇത്രയും നാളായിട്ട് നീ അവന്റെ അച്ഛനെ നോക്കുന്നു, പക്ഷെ ഇത്രയും കാലത്തിനിടയിൽ ഒരു തവണ പോലും അവന്റെ അച്ഛനെ കാണാൻ വരാത്തത് എന്തുകൊണ്ടാണെന്ന് തിരക്കിയിട്ടുണ്ടോ? അതിന്റെ കാരണം ഇതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡിറ്റക്റ്റീവ് ആ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒരു കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ആ ഒരു 4ാമത്തെ പാർട്ടിൽ തന്നെ കണ്ടിട്ടുണ്ട്. കുട്ടിക്കാലത്ത് ഹീറോയുടെ അച്ഛനെ ഉപേക്ഷിച്ച് അവന്റെ അമ്മ മറ്റൊരിടത്തേക്ക് പോവായിരുന്നു. തന്റെ അമ്മ എവിടെയാണ് പോയത് എന്ന് അവസാനം വരെയും നമ്മുടെ ഹീറോയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതിനുശേഷം അവന്റെ അമ്മ മരിച്ചെന്നുള്ള ആ ഒരു കാര്യം അറിഞ്ഞിട്ട് അവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോയി അവന്റെ അമ്മ യൂസ് ചെയ്തിരുന്ന എല്ലാ സാധനങ്ങളും അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുമായിരുന്നു. അതുമല്ല, തന്റെ അമ്മ അവനെ വിട്ടിട്ട് പോകാൻ കാരണം അവന്റെ അച്ഛൻ അമ്മയെ നല്ലപോലെ നോക്കാത്തത് കൊണ്ടാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് തന്റെ അച്ഛനോടുള്ള ആ ഒരു ദേഷ്യത്തില് അവന്റെ അച്ഛനെ ഒരിക്കലും കാണാനായിട്ട് അവൻ പോവാത്തത്. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിറ്റക്റ്റീവ് ആ നേഴ്സിനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോ വീണ്ടും ഡേവിഡിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട് അവനെ രാത്രി വെളിയിലേക്ക് വിളിച്ചു ചേർത്തി അവന്റെ കാലും രണ്ടുപേരുടെയും കാല് അടുത്തടുത്തായിട്ട് വെച്ചിട്ട് ഡേവിഡിന്റെ ഷൂ എങ്ങനെയാണ് കെട്ടിയിരിക്കുന്നത് എന്ന് ടോർച്ച് അടിച്ചിങ്ങനെ നോക്കാണ്. അപ്പോൾ ഡേവിഡിനാണെങ്കിലും ഒന്നും മനസ്സിലാവുന്നില്ല. രാത്രി വിളിച്ചിട്ട് ഷൂ കെട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്നെല്ലാം നോക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത്, വേറെ ഒന്നുമില്ല, എന്റെ കാലിലെ ഷൂ കെട്ടിയിരിക്കുന്നത് നോക്ക്, കുറച്ച് ചേർത്ത് വെച്ചിട്ടാണ് കെട്ടിയിരിക്കുന്നത്. പക്ഷെ നിന്റെ കാലിലെ ഷൂലേസിന്റെ ഗ്യാപ്പ് കുറച്ച് വലുതാണ്. കാരണം ഓരോരുത്തരും അവരുടെ ഷൂലേസ് പല രീതിയിലാണ് കെട്ടുന്നത്. അതേപോലെ തന്നെ മരിച്ച ആ ഒരു പെൺകുട്ടിയുടെ 2 ഷൂകൾ ഞാൻ പരിശോധിക്കുമ്പോൾ അതിലൊരു ഷൂലേസ് മാത്രം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് കെട്ടിയിരുന്നത് എന്നും പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോയെല്ലാം എടുത്ത് നമ്മുടെ ഡേവിഡിനെ കാണിക്കുന്നതും, ഡേവിഡിനെ അറിയാലോ സത്യം പറഞ്ഞാല് അന്ന് ആ ഒരു പെൺകുട്ടിയുടെ കാലിൽ ഒരു ഷൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റേ കാലിലെ ഷൂ ഡേവിഡാണ് എടുത്തു വെച്ച് കെട്ടിക്കൊടുത്തത്. അതുമല്ല, കെട്ടുമ്പോഴത്തേക്ക് അവന്റെ സ്റ്റൈലാണ് അവൻ കെട്ടിയിരുന്നത്. അപ്പൊ ഈ ഒരു സത്യങ്ങളെല്ലാം അവൻ അറിയാമെങ്കിലും അവൻ അറിയാത്തതുപോലെ തന്നെ നമ്മുടെ ഹീറോയോട് പറയും, അല്ല നിങ്ങൾ പറഞ്ഞ കാര്യമെല്ലാം ശരി തന്നെയാണ്, പക്ഷെ ഇതെല്ലാം എന്നോട് എന്തിനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ വീടിനകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അടുത്ത ദിവസം സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ ഡേവിഡിന്റെ വീട്ടിൽ നിന്ന് ഹീറോ ആ പുല്ലിന്റെ സാമ്പിൾ എടുത്തിരുന്നല്ലോ, ആ ഒരു പുല്ല് സാമ്പിളും മരിച്ചുപോയ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ആ ഒരു പുല്ലിന്റെ സാമ്പിളും ഒന്നാണെന്ന് ഇവർ കണ്ടുപിടിക്കുന്നു. അതുകൊണ്ട് ഡേവിഡിന്റെ വീട്ടിൽ തന്നെയാണ് കൊലപാതകം നടന്നിട്ടുള്ളത് എന്ന് സ്റ്റേഷനിലുള്ള എല്ലാവരും മനസ്സിലാക്കും. അടുത്തായിട്ട് നമ്മുടെ ഹീറോയും സോയിയും മരിച്ചുപോയ ആ ഒരു പെൺകുട്ടിയുടെ വീട്ടിലേക്ക് ചെന്നിട്ട് അവിടെ ഒരു ലാപ്ടോപ്പ് ഇരിക്കുന്നത് അവർ കാണുന്നത്. അപ്പോൾ അവർ ചോദിക്കും, അല്ല ഈ ലാപ്ടോപ്പ് നിങ്ങളുടെ മാള് യൂസ് ചെയ്യായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, ഇടയ്ക്കിടയ്ക്ക് ഗെയിം കളിക്കാനായിട്ട് അവൾ എടുക്കും, അല്ലാതെ ഞങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുന്നതും, ഒരുപക്ഷെ ഇതെടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും തെളിവ് കിട്ടുമായിരിക്കും എന്നുള്ള രീതിയിൽ നമ്മുടെ ഹീറോ ആ ഒരു ലാപ്ടോപ്പ് എടുത്ത് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് സ്റ്റേഷനിലേക്ക് കൊടുക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവിടെ നിന്ന് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങി വരുന്ന സമയത്താണ് ഇവരുടെ ചീഫ് നമ്മുടെ ഡിറ്റക്റ്റീവിനെ വിളിച്ചിട്ട് മരിച്ച ആ ഒരു പെൺകുട്ടിയെ പറ്റി എന്തോ ഒരു കാര്യം ഡേവിഡ് എന്ന് പറഞ്ഞ അയാൾക്ക് സംസാരിക്കണമെന്ന്, അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയിട്ട് എന്താണ് കാര്യം അന്വേഷിക്കുക എന്ന് നമ്മുടെ ചീഫ് ഇങ്ങനെ വിളിച്ച് പറയുന്നതും, ഇവര് രണ്ടുപേരും നേരെ ഡേവിഡിന്റെ വീട്ടിലേക്ക് ചെന്നിട്ട്, അല്ല ഡേവിഡ് നിങ്ങൾ എന്തോ കാര്യം പറയാനായിട്ട് വിളിച്ചെന്ന് പറഞ്ഞു, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് ഡേവിഡ് നടന്ന കാര്യങ്ങളെല്ലാം ഇവരോട് ഇങ്ങനെ പറയുന്നത്. പെട്ടെന്ന് ഭാര്യയും ഭർത്താവും കൂടി അവരുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നിട്ട്, സാർ ആ ഒരു ചെറിയ പെൺകുട്ടിയുടെ ശരീരം ആ പാർക്കിലെ ടോയ്ലറ്റിനകത്ത് കൊണ്ടുപോയി ഉപേക്ഷിച്ചത് ഞാൻ തന്നെയാണ്, ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ്, അത് ഞാൻ സമ്മതിക്കുന്നു എന്ന് പറയുന്നതും നമ്മുടെ ഹീറോ പറയും, ഓക്കെ ശരി, അങ്ങനെയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ കൊന്നത് നീയാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോ, ഇല്ല സാർ ഒരിക്കലും ഞാനല്ല അത് ചെയ്തത്, അത് മാനസികമായിട്ട് ബുദ്ധിമുട്ടുള്ള എന്റെ അമ്മയാണ് ആ ഒരു കാര്യം ചെയ്തത്, ആ ഒരു പെൺകുട്ടിയെ കൊന്നത് എന്റെ അമ്മയാണെന്ന് ഇങ്ങനെ പറയുന്നത്. എന്തുകൊണ്ടാണ് പറയുന്നത് നമുക്കറിയാം, തന്റെ മകനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യം മാറ്റി പറയുന്നത്. അതുമല്ലാതെ അവന്റെ ഭാര്യയാണെങ്കിലും എന്റെ ഭർത്താവ് പറയുന്നതെല്ലാം ശരിയാണ്, കാരണം ഞാൻ ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അമ്മയുടെ അടുത്തായിട്ട് ഈ ഒരു പെൺകുട്ടി മരിച്ചു കിടക്കുമായിരുന്നു. അങ്ങനെ ഈ ഒരു പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയാൻ വേണ്ടി ഞാൻ അമ്മയോട് വന്ന് കാര്യം ചോദിച്ചപ്പോൾ അമ്മയുടെ പാവ ആ പെൺകുട്ടി നശിപ്പിച്ചെന്നാണ് പറഞ്ഞത്, അതുകൊണ്ട് ആ ഒരു പെൺകുട്ടിക്ക് അമ്മ പണിഷ്മെന്റ് കൊടുത്തെന്നാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോ ചോദിക്കും, അല്ല ആ ഒരു പാവ ഇവിടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അവർ നേരത്തെ തന്നെ ആ ഒരു കബോർഡിലേക്ക് മാറ്റി വെച്ച പാവുണ്ടല്ലോ അതെടുത്ത് ഇങ്ങനെ കാണിച്ചു കൊടുക്കും. ഓക്കെ ശരി, അപ്പോൾ മൊത്തത്തില് ആ ഒരു പെൺകുട്ടിയെ കൊന്നത് നിന്റെ അമ്മയാണ്, നിന്റെ അമ്മയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പെൺകുട്ടിയുടെ ശരീരം നീ ആ ഒരു പാർക്കിലേക്ക് കൊണ്ടുപോയി ഇട്ടതും, ഇപ്പോ എല്ലാം കണ്ടുപിടിക്കുമെന്നായപ്പോ സത്യങ്ങളെല്ലാം ഞങ്ങളോട് പറയുകയും ചെയ്യുന്നു, അങ്ങനെയല്ലേ? അങ്ങനെ ആ ഒരു പാവയെ കണ്ടതും നമ്മുടെ ഹീറോ പറയും, ശരി ഞാൻ നിന്റെ അമ്മയോടൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞിട്ട് നേരെ ആ ഒരു അമ്മയുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നതും അവരുടെ കയ്യിൽ നോക്കുമ്പോഴത്തേക്കും ചുവപ്പ് കളറിൽ ആ ഒരു ലിപ്സ്റ്റിക് ഒരുപാട് കയ്യിൽ ഇങ്ങനെ പറ്റിയിരിപ്പുണ്ട്. അപ്പോൾ ഹീറോ ചോദിക്കും, അല്ല ഇതെന്താണെന്ന് ചോദിക്കുമ്പോൾ ഡേവിഡ് പറയും, അത് ലിപ്സ്റ്റിക്ക് എന്റെ അമ്മ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്, കൊല നടക്കുന്നതിന് ഒരു ദിവസം മുന്നേ എന്റെ സഹോദരി വീട്ടിൽ വന്ന ദിവസം അവളുടെ കയ്യിലുണ്ടായിരുന്ന ലിപ്സ്റ്റിക് എടുത്ത് എന്റെ അമ്മ ഇതേപോലെ കയ്യിൽ തേച്ചതാണ് എന്ന് അവന്റെ സഹോദരി പറഞ്ഞ ആ ഒരു കാര്യം നമ്മുടെ ഹീറോയോട് ഇങ്ങനെ പറയുന്നതും നമ്മുടെ ഹീറോ പെട്ടെന്ന് മുത്തശ്ശിയുടെ കയ്യിലുള്ള ആ ഒരു ലിപ്സ്റ്റിക്കും അതേപോലെ തന്നെ അവരുടെ കയ്യിലിരിക്കുന്ന ആ ഒരു പാവയുണ്ടല്ലോ ആ പാവയുടെ കഴുത്തിൽ പറ്റിയിരിക്കുന്ന ലിപ്സ്റ്റിക്കും അങ്ങനെയും നോക്കും.
പക്ഷെ അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് പിന്നീട് സംസാരിക്കാം. എന്നിട്ട് ഹീറോ എന്താ ചെയ്യുന്ന വെച്ചാൽ ആ ഒരു മുത്തശ്ശിയുടെ കൈ പിടിച്ച് അങ്ങനെ മടക്കി അവരുടെ മുഖത്തേക്ക് നോക്കുന്നതും ഇവരെ എവിടെയോ കണ്ടതുപോലെ അല്ലെങ്കിൽ എന്തോ അവരുടെ മുഖത്തുള്ളത് പോലെ ഹീറോ അങ്ങനെ ആ ഒരു മുത്തശ്ശിയെ നോക്കിയിട്ട് ഡേവിഡിനോട് പറയും, ശരി ഞങ്ങൾ സ്റ്റേഷനിൽ പോയിട്ട് എന്താണ് വിവരമെന്ന് നിങ്ങളെ വിളിച്ച് അറിയിക്കാം എന്നും പറഞ്ഞ് ഇവര് രണ്ടുപേരും അവിടെ നിന്ന് വെളിയിലേക്ക് പോവാണ്. അപ്പൊ വെളിയിലേക്ക് വരുന്നത് നമ്മുടെ ഡിറ്റക്റ്റീവ് പറയും, ശരി ഞാൻ ചീഫിനെ വിളിച്ച് ഒരു കാര്യം പറയട്ടെ എന്ന് ചോദിക്കുമ്പോ, ഇപ്പൊ എന്തായാലും വേണ്ട, ഇവര് പറഞ്ഞ ഒരു കാര്യത്തിൽ എനിക്ക് ഇതുവരെയും വിശ്വാസമായിട്ടില്ല. അതുകൊണ്ട് എല്ലാവരെയും കുടുംബത്തിലുള്ള എല്ലാവരെയും നല്ല രീതിയിൽ ചോദ്യം ചെയ്തിട്ട് മാത്രം ബാക്കി കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അതുമല്ല അവരുടെ മകനെ നമ്മൾ ഇതുവരെയും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു സ്ഥലം വരെ പോയിട്ട് വരാൻ എനിക്ക് കുറച്ച് ജോലിയുണ്ട്. എന്തായാലും നീ പോയിട്ട് അവന്റെ മകനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുക എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോ നേരെ ഡേവിഡിന്റെ സഹോദരിയെ കാണാനായിട്ട് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് അവളോട് ചോദിക്കും, നീ എന്തോ ഒരു കാര്യം ഞങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട്, അതെന്താണെന്ന് നീ ഇപ്പൊ എന്നോട് പറഞ്ഞേ പറ്റൂ എന്നിങ്ങനെ പറയുന്നത് നമ്മുടെ ഡിറ്റക്റ്റീവ് ഇവിടെ ഡേവിഡിന്റെ മകനോട് ചോദ്യങ്ങളൊക്കെ ചോദിക്കാണ്. അതുമല്ല ഇവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടിയായിട്ട് അവ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാരണം നമ്മുടെ ഡേവിഡ് ഇതിന് മുന്നേ തന്നെ തന്റെ മകനോട് പോലീസുകാർ വന്നിട്ട് ഇതേപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും, അതിന് നീ ഇതേപോലെയുള്ള മറുപടികൾ തന്നെ പറയണം എന്നെല്ലാം നേരത്തെ തന്നെ പഠിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സൂഹിയുടെ ചോദ്യങ്ങൾ മാറുന്നതും അവൻ ഇതൊന്നും ട്രെയിനിങ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ അവൻ പെട്ടെന്ന് പേടിച്ച് അകത്തേക്ക് ഇങ്ങനെ ഓടിപ്പോവാണ്. അങ്ങനെ നമ്മുടെ സൂഹി അവന്റെ പുറകെ പോകാനായിട്ട് നിൽക്കുമ്പോഴത്തേക്കും ഡേവിഡ് അവന്റെ ഭാര്യ അവനെ തടഞ്ഞു നിർത്തിയിട്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ തന്നെ പിടിച്ചു നിർത്തുന്ന സമയത്താണ് കറക്റ്റ് നമ്മുടെ ഹീറോ ഡേവിഡിന്റെ സഹോദരിയും കൊണ്ട് ഇവിടേക്ക് വരുന്നത്. അകത്തേക്ക് വന്നിട്ടാണ് നമ്മുടെ ഹീറോ ഡേവിഡിനോട് പറയുന്നത്, വേറെ ഒന്നുമില്ല, നിന്റെ അമ്മയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അവൾക്ക് അവളുടെ അമ്മയോട് എന്തോ സംസാരിക്കണമെന്ന്, അത്ര മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളെ നേരെ ആ മുത്തശ്ശിയുടെ മുറിയിലേക്ക് പറഞ്ഞു വിട്ട് ഹീറോ ഡേവിഡിനോട് ചോദിക്കും, നീ പറഞ്ഞു നിന്റെ അമ്മയാണ് ആ ഒരു ചെറിയ പെൺകുട്ടിയെ കൊന്നതെന്ന്, അത് ഉറപ്പല്ലേ? സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നിന്റെ അമ്മയെ പല രീതിയിൽ അവർ ചോദ്യം ചെയ്യും സത്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതുമല്ല നിന്റെ അമ്മയാണെങ്കിൽ വയ്യാത്തൊരു സ്ത്രീയും കൂടിയാണ്, അതുകൊണ്ട് ഇതെല്ലാം സത്യമല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവന്റെ മനസ്സ് മാറിയിട്ട് അവൻ സത്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോ അങ്ങനെ പറയുന്നത്. പക്ഷെ അവൻ അപ്പോഴും ഇല്ല, അതെല്ലാം സത്യം തന്നെയാണ്, എന്റെ അമ്മ തന്നെയാണ് അത് ചെയ്തതെന്ന് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയാണ്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സഹോദരി ആ ഒരു അമ്മയും കൊണ്ട് വെളിയിലേക്ക് വരുന്ന സമയത്ത് സഹോദരി പറയും, ശരി അമ്മയുടെ ആ ഒരു വാക്കിംഗ് സ്റ്റിക്ക് ഞാൻ പോയി എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോയി ആ അമ്മയെ അവിടെ ഇരുത്തുന്നതും ഹീറോ അപ്പോഴും അവരുടെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ഡേവിഡിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും സത്യം പറയും, നിന്റെ അമ്മ എന്നോട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവൻ അപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അപ്പോഴാണ് നമ്മുടെ ഹീറോ പറയുന്നത്, അല്ല ഞാൻ ചോദിക്കാൻ വേറൊരു കാരണം കൂടിയുണ്ട്, നിന്റെ അമ്മയുടെ കയ്യിൽ നോക്കിയേ ആ ലിപ്സ്റ്റിക്കിന്റെ ചോപ്പ് കണ്ടോ, അതേപോലെ തന്നെ അവരുടെ പിടിച്ചിരിക്കുന്ന ആ ഒരു പാവയിലെ കഴുത്തിലും അതേപോലെ തന്നെ ഉണ്ട്. നീ പറഞ്ഞു കൊലപാതകം നടക്കുന്നതിന് മുന്നേ നിന്റെ സഹോദരി ഇവിടെ വന്നെന്നും നിന്റെ അമ്മയുടെ കയ്യിൽ ഇതേപോലെ ലിപ്സ്റ്റിക്ക് പറ്റിയെന്നും പറഞ്ഞിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ശരീരം കണ്ടുപിടിക്കുന്ന സമയത്ത് അവളുടെ കഴുത്തിലെ ഇതേപോലെ ലിപ്സ്റ്റിക്കിന്റെ പാടൊന്നും കണ്ടിരുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുന്നതും അപ്പോൾ ഡേവിഡ് പെട്ടെന്ന് ആലോചിച്ചിട്ട് പറയും, അതോ ഞാൻ ആ ഒരു ബോഡി നീക്കം ചെയ്യുന്ന സമയത്ത് തന്നെ സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ലിപ്സ്റ്റിക് എല്ലാം നീക്കം ചെയ്തത് ഞാൻ തന്നെയാണ് എന്ന് ഒരെണ്ണത്തിന് ഒരു 150 കള്ളമെങ്കിലും അവൻ പറയും. തിരിച്ച് മറിച്ചും ചോദിച്ചാലും അവൻ എന്തായാലും സത്യം പറയത്തില്ല. അപ്പോഴാണ് സഹോദരി വന്നിട്ട് അവന്റെ അമ്മയുടെ വാക്കിംഗ് സ്റ്റിക്ക് ഡേവിഡിന്റെ കയ്യിൽ തന്നെ കൊടുത്തിട്ട് ഇത് നീ അമ്മയ്ക്ക് കൊടുക്കാനായിട്ട് പറയുന്നതും അങ്ങനെ അവന്റെ അമ്മയുടെ കയ്യിൽ ആ ഒരു സ്റ്റിക്ക് കൊടുക്കുമ്പോഴത്തേക്കാണ് അതിൽ നോക്കുമ്പോൾ നമ്മുടെ ഡേവിഡ് അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അവന്റെ അമ്മയുടെ പേര് എഴുതിയ ഒരു നെയിം ടാഗ് ഉണ്ടായിരുന്നു. ആ ഒരു ടാഗ് ആ ഒരു വാക്കിംഗ് സ്റ്റിക്കിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെയായാലും തന്റെ മകന്റെ ആ ഒരു ഓർമ്മ മാറാതിരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അമ്മ ഇപ്പോഴും അത് സൂക്ഷിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മുടെ ഡേവിഡ് ഇങ്ങനെ കാണുന്നതും അവൻ ഇപ്പോ പെട്ടെന്ന് മനസ്സലിഞ്ഞ് ഇത്രയും നേരം ഉള്ളിൽ ഒതുക്കി എല്ലാ കാര്യങ്ങളും പുറത്തു വരാൻ തുടങ്ങുന്നു. അവൻ പെട്ടെന്ന് കരഞ്ഞിട്ട് നമ്മുടെ ഹീറോയോട് പറയും, സോറി സാർ, ഇതിനെല്ലാം കാരണം എന്റെ അമ്മയല്ല, ആ ഒരു പെൺകുട്ടിയെ കൊന്നത് സത്യം പറഞ്ഞാൽ എന്റെ മകനാണ്. അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. എന്റെ അമ്മയെ മനഃപൂർവ്വം ഈ ഒരു കേസിലേക്ക് കൊണ്ടുവരുമായിരുന്നു എന്നുള്ള എല്ലാ സത്യങ്ങളും നമ്മുടെ ഡേവിഡ് അങ്ങനെ പറയുന്നതും ഇതിന് ശേഷം നമ്മുടെ ഹീറോ കുറച്ച് ടെസ്റ്റുകൾ അവന് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാല് നീ ഈ ഒരു സത്യങ്ങളെല്ലാം നിന്റെ വായ കൊണ്ട് തന്നെ പറയാൻ വേണ്ടിയിട്ടാണ് ഇത്രയും നേരം ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്. എന്തായാലും നീ എല്ലാ സത്യങ്ങളും പറഞ്ഞതല്ലേ, ഇതിനുശേഷം നീ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സഹോദരിയെ അടുത്തേക്ക് വിളിച്ച് അവളുടെ കയ്യിൽ നിന്ന് ഒരു ലിപ്സ്റ്റിക് വാങ്ങിയിട്ട്, ഈ ഒരു ലിപ്സ്റ്റിക് ആണ് നിന്റെ അമ്മ നിന്റെ കയ്യിൽ തേച്ചിട്ടുള്ളത്. പക്ഷെ അവള് പറഞ്ഞതുപോലെ ഇത് അവളുടെ ലിപ്സ്റ്റിക് അല്ല, ഇത് നിന്റെ അമ്മയുടെ തന്നെ ലിപ്സ്റ്റിക് ആണ്. ഇതിനു മുന്നേ നിന്റെ സഹോദരിക്ക് ആരോ കോൾ ചെയ്തിട്ട് ഇതേപോലെ ലിപ്സ്റ്റിക് ചെടിച്ചട്ടിയുടെ അടിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് നീ എടുത്തു വെച്ചോ, എടുത്തു വെക്കേണ്ട കാര്യം എന്താണെന്ന് പിന്നീട് ഞാൻ നിന്നോട് പറയാം എന്നാരും അവളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അവൾ ആ ഒരു ചെടിച്ചട്ടിയിൽ നിന്നും ഈ ഒരു ലിപ്സ്റ്റിക് ആരും കാണാതെ അവിടെ നിന്ന് എടുത്തോണ്ട് പോയത്. സത്യം പറഞ്ഞാലേ ആ ഒരു കാര്യം വിളിച്ച് പറഞ്ഞതേ നിന്റെ അമ്മയാണ് എന്നിങ്ങനെ നമ്മുടെ ഹീറോ പറയുന്നതും ഡേവിഡിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇവിടെയാണ് മറ്റൊരു കാര്യം. സത്യം പറഞ്ഞാല് ഡേവിഡിന്റെ അമ്മയ്ക്ക് അതുപോലെ ഒരു അസുഖവും ഇല്ല, അവര് നോർമൽ ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്. പക്ഷെ എന്തുകൊണ്ടാണ് അവര് ഇതേപോലെ അഭിനയിച്ചത്? അതിന് കാരണം എന്താണെന്ന് വെച്ചാല് അവന്റെ അമ്മയ്ക്ക് അസുഖമാവുന്ന സമയത്തെങ്കിലും സത്യം പറഞ്ഞാല് ഡേവിഡിന്റെ കുടുംബം അത്ര നല്ല രീതിയിലൊന്നുമല്ല, ആർക്കും പരസ്പരം വലിയ രീതിയിൽ ഇഷ്ടമൊന്നുമില്ലാതെ അവന്റെ അമ്മയെ ഇഷ്ടപ്പെടാതെയാണ് അവർ ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്റെ അമ്മയ്ക്ക് അസുഖം വരുമ്പോഴെങ്കിലും അവരെ നല്ലതുപോലെ നോക്കും എന്നുള്ള രീതിയിലാണ് അവർ ആ ഒരു രീതിയിൽ അഭിനയിച്ചത്. അതുമല്ല തന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് അറിയാതെ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവരെ ഈ ഒരു കേസിലേക്ക് കൊണ്ടുവരാനായിട്ട് അവർ ചെയ്ത കാര്യങ്ങളെല്ലാം ആ ഒരു അമ്മയ്ക്ക് നല്ലതുപോലെ തന്നെ അറിയാം എന്നുള്ള കാര്യം നമ്മുടെ ഡേവിഡിന് മനസ്സിലാവുന്നതും അവൻ പെട്ടെന്ന് അവന്റെ അമ്മയുടെ മുന്നിൽ ആ ഒരു നാണക്കേട് കൊണ്ട് തല ഇങ്ങനെ കുനിക്കുകയാണ്. അതുമല്ലാതെ നമ്മുടെ മുത്തശ്ശി ഇതുപോലെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കാരണം എന്താണ് എന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ പറയണം. എന്താണെന്ന് വെച്ചാല്
തന്റെ മകനെ അവര് സത്യസന്ധനായിട്ടുള്ള ഒരാളായിട്ടാണ് വളർത്തിയിട്ടുള്ളത്. പക്ഷെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ അവൻ വലിയൊരു തെറ്റാണ് ചെയ്യുന്നത്. മറ്റുള്ളവരിൽ നിന്ന് കള്ള ഒളിപ്പിക്കുകയാണ്. ഒരു നല്ല കുട്ടിയായിട്ട് തന്റെ മകനെ വളർത്തിയിട്ട് ഇതുപോലെ അവൻ പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ആ ഒരു അമ്മയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവൻ യഥാർത്ഥ സത്യം എന്താണെന്ന് പോലീസിനോട് പറയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹീറോ ആദ്യം ആ ഒരു പൂന്തോട്ടത്തിന്റെ അടുത്തേക്ക് വരുമ്പോ ആ അമ്മൂമ്മ കയ്യില് ഗ്ലൗസ് എല്ലാം ഇട്ടിട്ട് ഹീറോയുടെ മുന്നിലേക്ക് ചെന്ന് നിൽക്കുമല്ലോ. അത് സത്യം പറഞ്ഞാൽ ആ ഒരു സ്മെല്ല് കിട്ടാൻ വേണ്ടി മനഃപൂർവ്വം ആ ഒരു മുത്തശ്ശി അങ്ങനെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോഴെങ്കിലും ഹീറോയ്ക്ക് ഡേവിഡിനോട് ഇതേപോലെ സംശയം ഉണ്ടായെന്ന് തോന്നി. അങ്ങനെയെങ്കിലും ഡേവിഡ് ഹീറോയോട് സത്യം എല്ലാം പറയുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ സംഭവിച്ചില്ല. അതേപോലെ തന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിലും കൊല നടക്കുന്നതിന് മുന്നേ തന്നെ തന്റെ കയ്യിൽ ആ ഒരു ലിപ്സ്റ്റിക് ഉണ്ടെന്നും അപ്പോ കൊല ചെയ്തതിനു ശേഷം ആ ഒരു ലിപ്സ്റ്റിക് പെൺകുട്ടിയുടെ ശരീരത്തിൽ പറ്റാത്തത് എന്താണെന്ന് നമ്മുടെ ഹീറോ ചോദിക്കും. ആ ഒരു രീതിയിൽ ഹീറോയ്ക്ക് സംശയം വരുമ്പോഴത്തേക്കും സത്യങ്ങളെല്ലാം ഹീറോയോട് തുറന്നു പറയുന്നു വിശ്വസിച്ചാണ് മുത്തശ്ശി ആ ഒരു ലിപ്സ്റ്റിക്കിന്റെ കാര്യത്തിൽ അതേപോലെ ചെയ്തത്. പക്ഷെ അപ്പോഴും നമ്മുടെ ഡേവിഡ് പ്രതീക്ഷിച്ചതുപോലെ ആ ഒരു സത്യം ഹീറോയോട് പറഞ്ഞില്ല. അതുമല്ല, ഇതെല്ലാം നമ്മുടെ ഡേവിഡ് തന്നെ പറയണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഹീറോ ആണെങ്കിലും അവന്റെ അമ്മയോടുള്ള ആ ഒരു സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് ആ വാക്കിംഗ് സ്റ്റിക്കിൽ അതേപോലുള്ള ഒരു കാര്യവും ചെയ്തത്. അപ്പോഴേക്കും നമ്മുടെ ഡേവിഡ് അവന്റെ അമ്മയോടുള്ള ആ ഒരു ഇഷ്ടം കൊണ്ട് സത്യങ്ങളെല്ലാം ഇപ്പൊ പറയുകയും ചെയ്തു. അതുമല്ല, അതേ ഒരു സീനില് നമ്മുടെ ഹീറോ മുത്തശ്ശിയുടെ കൈ പിടിച്ചിട്ട് അവർ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുമല്ലോ. സത്യം പറഞ്ഞാല് മുത്തശ്ശിയുടെ കണ്ണിൽ നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയ്ക്ക് മനസ്സിലായിരുന്നു അവർക്കൊരു കുഴപ്പമില്ല, നോർമൽ ആണെന്ന്. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡേവിഡിനോട് ഇങ്ങനെ പറയുന്നതും ഡേവിഡ് ആണെങ്കിലും താൻ ചെയ്ത തെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി അവന്റെ അമ്മയോട് മാപ്പെല്ലാം പറഞ്ഞിട്ട് ആ സൈക്കോ മകനുണ്ടല്ലോ അവനെ പോലീസിന്റെ മുന്നിലേക്ക് നമ്മുടെ ഡേവിഡ് തന്നെ പിടിച്ചോണ്ട് ഇങ്ങനെ കൊടുക്കും. അങ്ങനെ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവര് രണ്ടുപേരും ആ ഒരു ചെറിയ പെൺകുട്ടിയും ഡേവിഡിന്റെ മകനും സുഹൃത്തുക്കളായിരുന്നു. അതുമല്ലാതെ ഇവര് രണ്ടുപേരും ഈ അനിമേഷൻ കാർട്ടൂൺ സീരീസ് എല്ലാം കാണുമായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ചെറിയ പെൺകുട്ടി തന്റെ ലാപ്ടോപ്പിൽ നിന്നും അവനൊരു മെസ്സേജ് അയക്കുന്നതും ഇവർക്ക് ആ ഒരു പാവയെല്ലാം വെച്ചിട്ട് കളിക്കാന്നുള്ള രീതിയിൽ അവൻ ആ ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് വിളിക്കും. അങ്ങനെ വീട്ടിലേക്ക് ചെന്നിട്ട് ഇവർ തമ്മിൽ എന്തോ ഒരു തർക്കം ഉണ്ടായിട്ട് അങ്ങനെയാണ് ആ ഒരു പയ്യൻ ആ പെൺകുട്ടിയെ കഴുത്തി ഞെരിച്ച് കൊല്ലുന്നത്. അങ്ങനെ കേസ് എല്ലാം സോൾവ് ചെയ്തിട്ട് നമ്മുടെ ഹീറോ വെളിയിലേക്ക് വരുന്നതും പ്രസ് മീറ്റിലെല്ലാം കേട്ട ആ ഒരു റിപ്പോർട്ടർ പെണ്ണുണ്ടല്ലോ അവൾ അവസാനം ഓടി നമ്മുടെ ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് അവസാനം നിങ്ങൾ ഈ ഒരു കേസ് തീർത്തു അല്ലേ എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ ഹീറോയെ ഒരുപാട് പ്രശംസിക്കുന്നതും ഹീറോ പറയും ഇതെല്ലാം സാധാരണയായിട്ടുള്ള കാര്യമല്ലേ എന്നും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നതും അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും ഹോസ്പിറ്റലിൽ കിടന്ന അവന്റെ അച്ഛനുണ്ടല്ലോ അയാൾ ഇപ്പൊ മരിക്കുകയും ചെയ്തു. അങ്ങനെ ഹീറോയുടെ അച്ഛൻ മരിച്ചിട്ടും ഒരു തവണ പോലും നമ്മുടെ ഹീറോ അയാളെ കാണാനായിട്ട് ചെയ്തിട്ടില്ല. ആ ഒരു കാര്യം ഓർത്ത് നമ്മുടെ സൂഹിയാണെങ്കിലും നല്ല ദേഷ്യച്ചിങ്ങനെ നിൽക്കുന്നതും അപ്പോഴാണ് നമ്മുടെ ഹീറോ ആശുപത്രിയിലേക്ക് വരുന്നത്. അങ്ങനെ ഹീറോയെ കാണുന്നതും അവൻ പെട്ടെന്ന് നിന്നിട്ട് ഇത്രയും നാളും വരാത്തൊരു സ്നേഹം ഇപ്പൊ എങ്ങനെ ഇവിടെ നിന്ന് വന്നു എന്നിങ്ങനെ ചോദിക്കുമ്പോ നമ്മുടെ ഹീറോ അപ്പോഴാണ് പറയുന്നത് നീ സമാധാനപ്പെട്, ഇത്രയും നാൾ ഞാൻ ഇവിടേക്ക് വരാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ, അതെന്റെ അച്ഛൻ തന്നെയാണ്. അമ്മ അവസാന നാളിലെ ഓടിപ്പോയതിനു ശേഷം അമ്മയുടെ മരണം വരെയും അമ്മയെ നോക്കാനായിട്ട് ആരുമില്ലാതെയാണ് അമ്മ മരിച്ചത്. അതിൽ തനിക്കും പങ്കുണ്ട് എന്ന് വിചാരിച്ച എന്റെ അച്ഛൻ തന്നെയാണ് ഞാനും എന്റെ ഭാര്യയെ പോലെ തന്നെ ഒരു അനാഥയായിട്ട് എന്നെ മരിക്കണം, അതുവരെയും എന്റെ മരണം വരെയും നീ എന്നെ കാണാൻ വരരുത് എന്ന് എന്റെ അച്ഛൻ തന്നെയാണ് എന്നോട് പറഞ്ഞത്. ആ ഒരു സത്യം ഞാൻ ചെയ്തു കൊടുത്തത് കൊണ്ടാണ് ഇത്രയും കാലം എന്റെ അച്ഛനെ കാണാൻ ഞാൻ വരാഞ്ഞത് എന്നിങ്ങനെ പറഞ്ഞിട്ട് അകത്തേക്ക് വരുമ്പോഴത്തേക്കാണ് ഇവരുടെ അച്ഛൻ ആ ഒരു നേഴ്സുമായിട്ട് ഒരു ഗെയിം കളിക്കുമല്ലോ. ആ ഒരു ഗെയിമിന്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ നിൽക്കാണ്. അങ്ങനെ അത് നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഡിറ്റക്റ്റീവ് പറയുന്നത് ഇത് നിന്റെ അച്ഛനും ഈ നേഴ്സും കളിച്ചുകൊണ്ടിരുന്ന ഒരു ഗെയിമാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇവിടെയാണ് മറ്റൊരു ടെസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും നാൾ ആ ഒരു നേഴ്സ് അല്ല തന്റെ അച്ഛനോട് കളിച്ചുകൊണ്ടിരുന്നത്, അത് താൻ തന്നെയാണെന്ന് ഇങ്ങനെ പറയും. സത്യം പറഞ്ഞാൽ ഈ ഒരു നേഴ്സിന് ആ ഒരു ഗെയിം നല്ലതുപോലെ കളിക്കാൻ അറിയത്തില്ല. പകരം നമ്മുടെ ഹീറോ അവൾക്ക് നിർദ്ദേശം കൊടുക്കുന്നതനുസരിച്ചാണ് അവൾ ആ ഒരു ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്. അതാണ് ഒരു സീനില് ഡിറ്റക്റ്റീവ് സീരിയസ് ആയിട്ട് അവനോട് ഒരു കാര്യം പറയുമല്ലോ, അച്ഛനെ കാണാൻ പോകുന്നത് നീ വരുന്നോന്നിങ്ങനെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഫോണിലൊരു മെസ്സേജ് വാങ്ങിച്ചോണ്ടിരിക്കുമല്ലോ. ഈ ഒരു നേഴ്സിന് ഈ ഗെയിം കളിക്കുന്നത് എങ്ങനെയാണ്, അടുത്ത മൂവ് എന്താണെന്ന് നമ്മുടെ ഹീറോ അവർക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണെങ്കിൽ തന്റെ അച്ഛനോട് കളിച്ചിരുന്നത് ആ ഒരു നേഴ്സ് അല്ല താൻ തന്നെയാണെന്ന് അവനിങ്ങനെ പറയുകയും ചെയ്യും. അതുമല്ല ഇപ്പൊ ആ ഒരു ഗെയിമിൽ അവസാനമായിട്ട് ഒരു മൂവും കൂടിയുണ്ട്, അതും കൂടി ആയി കഴിഞ്ഞാലേ കളി ജയിക്കത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ഹീറോ അതിങ്ങനെ മാറ്റി വെക്കുന്നതും ആ ഒരു ഗെയിമില് ഇപ്പോ ഹീറോയുടെ അച്ഛൻ തന്നെയാണ് ജയിച്ചത്. അതോടെ ഈ ഒരു കഥയെ അവസാനിക്കുകയാണ്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് കട്ട് ചെയ്ത് കാണിക്കുമ്പോഴത്തേക്കും ഇവർ രണ്ടുപേരും ആ ഒരു കല്ലറയ്ക്ക് മുന്നിലിരിക്കുകയല്ലേ. സത്യം പറഞ്ഞാൽ അത് ഹീറോയുടെ അച്ഛന്റെ കല്ലറ തന്നെയായിരുന്നു. അതിന് മുന്നിലാണ് നമ്മുടെ ഹീറോയും ആ ഒരു റിപ്പോർട്ടർ പെണ്ണും ഇരിക്കുന്നത്. അങ്ങനെ ഇവര് രണ്ടുപേരും അവിടെ നിന്ന് നടന്നു പോകുന്നതും ഈ ഒരു മൂവി ഇവിടെ വെച്ച് അവസാനിക്കുമ്പോൾ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കേസ് ഇനിയും ഉണ്ട്. അത് വരുന്നത് വரைക്കും നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ആ ഒരു പാർട്ട് ഉടനെ തന്നെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. വേറെ ഏതെങ്കിലും ഒരു മൂവി കൂടി ചെയ്തിട്ട് അത് കഴിഞ്ഞ് അടുത്ത പാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ചാനലിൽ ഈ ഒരു സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് പാർട്ട് എന്ന് ഇടുമ്പോഴത്തേക്കും അത്ര രീതിയിൽ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. അത് അതിന്റെ വ്യൂ വെച്ച് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ ചെയ്യാത്തത്. എന്തായാലും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവി ചെയ്തതിന് ശേഷം ഇതിന്റെ അടുത്ത ഭാഗം, അടുത്ത ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറി വീണ്ടും ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു മൂവിയുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ടും രേഖപ്പെടുത്തുക. അപ്പൊ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരെയും ബൈ.